പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയവനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഓരോ അവസ്ഥകളുടെ മേലും നമ്മോട് കൂടെയിരുന്ന നല്ല കർത്താവ് നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് നമ്മെ പരിപാലിച്ച നല്ല കർത്താവിന് നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ, കർത്താവേ, നീ എന്നെ കൂട്ടി വരുത്തിയ കൃപയ്ക്കായും അങ്ങേ സ്തുതിക്കുന്നു എന്ന് ഇന്ന് പകലിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പറയുമ്പോൾ, ഹല്ലേലൂയ, തുടർന്നുള്ള നമ്മുടെ ആവശ്യങ്ങൾ അവസ്ഥകളുടെ മേലെല്ലാം കൂടെ ഇരുന്ന് പരിപാലിക്കുന്ന നല്ല കർത്താവാണ് എൻ്റെ കർത്താവ് എന്ന് പറയുവാൻ തക്കവണ്ണം അവൻ നമ്മെ ബലപ്പെടുത്തും. ആ നല്ല കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. കടന്നു വന്ന എല്ലാവരെയും നമുക്ക് ദൈവ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ കടന്നു വരുവാനുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ യാത്രയിൽ കർത്താവേ അവിടുത്തെ കരം കൂടിയിരിക്കണമേ. അവർ കടന്നു വരുന്ന വാഹനങ്ങളെയൊക്കെയും അവിടുന്ന് നിയന്ത്രിക്കണമേ. തക്ക സമയത്ത് എത്തിച്ചേരുവാൻ അടിയങ്ങൾക്ക് ഒരുമിച്ച് അങ്ങിൽ നിന്നും പ്രാപിക്കുവാൻ സ്വർഗം ഇന്ന് സഹായിക്കണമേ എന്ന് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓ ശിഖബാനദാനഗാശിനാരദാലഗാരിഖബാനബൗഡി ഉദ്ധാരദനാരദലഗടഖേ വീനാരദലഗടകാരകന ഉദഞ്ചബനബൗഡഖാബാലഗ ശിഖരഗടകദനേരി കാലഗടകേ അടഞ്ചദാനബൗഡഖാബനബൗഡഖദനേ വീഖബാലദനഗടഖാലഗാലഗ. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ അവസ്ഥ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എന്നെ നീ അറിയുന്നുണ്ടല്ലോ, എൻ്റെ അവസ്ഥ നീ അറിയുന്നുണ്ടല്ലോ കർത്താവേ, എൻ്റെ ആവശ്യം നീ അറിയുന്നുണ്ടല്ലോ കർത്താവേ. ഹല്ലേലൂയ. നമ്മെ കരുതുന്ന കർത്താവ് ഇന്ന് നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ കരത്തിലൊന്ന് പിടിക്കുവാൻ, ഓ ജഗനേദി കാലതരമൗഡഖബനാരക, അവൻ്റെ വസ്ത്രത്തിൻ്റെ തുങ്ങളിലൊന്ന് തൊടുവാൻ, ഹല്ലേലൂയ, കർത്താവേ എന്നെ നീ ഇന്ന് സഹായിക്കണമേ എന്ന്, അതെൻ്റെ ജീവിതത്തിൽ വിടുതലായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ, ഒരു പുതിയ അനുഭവമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഊഷകനാഥനകടഖദനേരിഖലബൗഡ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെയും അവൻ നമ്മെ പരിപാലിച്ചില്ലയോ? നമ്മുടെ എല്ലാ വിഷയങ്ങളുടെ മേലും അവൻ കൂടെ ഇരുന്നില്ലയോ? അവൻ നല്ല ആലോചന പറഞ്ഞു തന്നില്ലയോ? ഹല്ലേലൂയ. ഓ ജിഖദനേ ബൗഡാരവ. ചേറ്റിലകപ്പെട്ടു പോകേണ്ട ഇടങ്ങളിൽ നിന്നൊക്കെയും നമ്മെ ഉയർത്തിയവനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പിന്നെയും നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. അവൻ നമ്മെ കരുതുന്ന കർത്താവാണ്. നിന്റെ കാൽ കല്ലിൽ തട്ടുവാൻ പോലും അനുവദിക്കാത്ത നല്ലൊരു കർത്താവാണ് എന്ന് നമ്മോട് കൂടെ ഇരിക്കുന്നത്. അവൻ കടന്നു വന്നത് നമ്മെ വിടുവിക്കുവാനാണ്, നമ്മുടെ വിഷയത്തിന്മേൽ വിടുതൽ തരുവാനാണ്, നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ കൂടെ ഇരിക്കുവാനാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മെ സന്തോഷിപ്പിക്കുവാനാണ് ഇന്ന് നമ്മുടെ കർത്താവ് കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ, ഹല്ലേലൂയ, ആ പ്രകാശം ദർശിക്കുമ്പോൾ ഇന്നു പകലിൽ നമ്മുടെ മുഖവും പ്രകാശിക്കുവാൻ തക്കവേണ്ട, അത് നമ്മുടെ വിഷയത്തിന് വിടുതലായി തീരുവാൻ തക്കവേണ്ട, അത് അനുഗ്രഹമായി തീരുവാൻ തക്കവേണ്ട കർത്താവെ നീ സഹായിക്കണമേ എന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷകളൊക്കെ കർത്താവേ അത് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പാടുവാൻ മക്കളെ നീ ബലപ്പെടുത്തണമേ കർത്താവേ. റേഡിയുവാൻ ദാസനെ ബലപ്പെടുത്തണമേ കർത്താവേ. നല്ല ആരാധന അടിയങ്ങൾക്ക് ഒരുക്കി തരണമേ കർത്താവേ. ആരാധിച്ച് ബലപ്പെടുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ എന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളെയാണ് അവൻ നമുക്ക് സാധിച്ചു തരുന്നത്. ഇന്നു പകലിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിയത്. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് നിന്നെ ഒന്ന് ആരാധിക്കണം കർത്താവേ, എനിക്ക് നിന്നിൽ നിന്നൊന്ന് പ്രാപിക്കണം കർത്താവേ എന്ന്
ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവിനോട് പറയുന്നുവെങ്കിൽ തീർച്ചയായും ഹല്ലേലൂയ നീ വന്നതുപോലെ അല്ല മടങ്ങിപ്പോകുന്നത്. ഹല്ലേലൂയ ഒരു പുതിയ അനുഭവത്തിൽ, ഒരു പുതിയ അഭിഷേകത്തിൽ ഹല്ലേലൂയ നിന്നെ മടക്കി അയക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ ആ നല്ല കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെല്ലാം ദൈവത്തിൻ്റെ സന്നിധി അടയുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ആവശ്യങ്ങൾ അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ വിഷയങ്ങൾ അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നെല്ലാത്തിനും വിടുതൽ തരുന്ന ദിവസമാണ്. എല്ലാ വിഷയങ്ങൾക്കും വിടുതൽ തരുന്ന ദിവസമാണ്. വിശ്വാസത്തോടെ ഹല്ലേലൂയ നമുക്ക് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. വി പ്രൈസ് യു ലോർഡ്. വിശ്വസ്താദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല ദിവസത്തിനായി അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ദിവസവും നിൻ്റെ മക്കളായ അടിയങ്ങൾക്ക് അങ്ങയുടെ ആലയത്തിൽ കടന്നു വന്ന് അങ്ങയോട് ചേർന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ തന്നതിനായി അടിയങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ നടത്തിയവനായ കർത്താവ്, കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം ക്ഷേമമായി പരിപാലിച്ചവന കർത്താവ്, പിന്നെയും അടിയങ്ങളെ പരിപാലിക്കുവാൻ വിശ്വസ്തനെന്ന് അടിയങ്ങൾ അറിയുന്ന കർത്താവേ, ഇന്ന് അങ്ങയോട് ചേർന്നായിരിക്കുമ്പോൾ അടിയങ്ങളുടെ വിഷയങ്ങളുടെ മേലെല്ലാം അവിടുന്ന് വിടുതൽ തരണമേ. യഥാർത്ഥമായി അങ്ങേ ആരാധിക്കുവാൻ നീ അടിയങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ. അടിയങ്ങളുടെ ഉള്ളിനെ അവിടുന്ന് ഒന്ന് ശുദ്ധീകരിക്കണമേ കർത്താവേ. ഏറ്റെടുക്കുവാനുള്ള ഒരു കൃപ നീ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഹല്ലേലൂയ. ലഭിക്കുന്നതൊക്കെ അത് എനിക്ക് വേണ്ടി നീ ഒരുക്കിയതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് പകൽ അത് ഏറ്റെടുത്തുകൊണ്ട് അങ്ങയോട് ചേർന്നായിരിക്കാൻ കർത്താവേ നിന്റെ മക്കളായ അടിയങ്ങൾക്ക് നീ കൃപ തരുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കടന്നു വരുവാനുള്ളവരെ ഏൽപ്പിക്കുന്നു. തക്ക സമയത്ത് കടന്നു വന്ന് അടിയങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവേ നീ സഹായിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷകളിലെല്ലാം കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണമേ. സൂക്ഷിക്കുന്നതിൻ്റെ മക്കളെല്ലാം കർത്താവിൻ്റെയും പരിപാലിക്കണം. ഒരു പുതിയ അനുഭവം കർത്താവേ ഇന്ന് പകലിൽ നീ അടിയങ്ങൾക്ക് ഒരുക്കി തരുമാറാകണമെന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. നീ അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു. നീ വിടുതലിനെ അയച്ചതിനായി അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. സകല മാനവും മഹത്വം അവിടുത്തേക്ക് തരുന്നു. യേശുവിന് അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധി നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കൂടി ഒരുപാട് സ്വർഗമിടയാക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ നമ്മെ അതിശയകരമായി അത്ഭുതകരമായി വഴി നടത്തിയ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. എത്ര പേർക്ക് സന്തോഷത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്? കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. മാറ്റമില്ലാത്ത ദൈവ സാന്നിധ്യം നമുക്ക് ഒരുമിച്ച് അനുഭവിക്കുവാൻ സ്വർഗമിടയാക്കുന്ന എല്ലാ നല്ല അവസരങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലാണ്. ചില സമയങ്ങൾ കർത്താവിന്റെ സ്തോത്രം ചെയ്താട്ടെ. ആരും അവരമായിരിക്കരുത്. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ദൈവിക മഹത്വം ഈ പകൽ ചലിച്ചിറങ്ങിയതിനായി എല്ലാവരും സ്തോത്രത്തോടെ ആയിരുന്നാട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം. കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആരാധനയിൽ വലിയവനായ കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. മഹത്വത്തിൽ അധിവസിക്കുന്ന ഞങ്ങളുടെ കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സ്തുതികളിൽ മേൽ വസിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വിശുദ്ധിയിൽ ഭയങ്കരനായ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ആരും മൗനമായിരിക്കാതെ എല്ലാവരും മന്ദിരങ്ങളെ തുറന്ന അല്പസമയം നമ്മുടെ കർത്താവിന്, നമ്മുടെ രാജാവിന്, നമ്മുടെ വിശുദ്ധനായ നമ്മുടെ ദൈവത്തിന് അല്പസമയം സ്തോത്രം കൊടുത്താട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു ദൈവിക സാന്നിധ്യം ഈ പകലിൽ ഇറങ്ങി ചലിക്കട്ടെ. ഹല്ലേലൂയ. ആത്മമണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. അഭിഷേകത്തിന്റെ പുതിയ പന്താവിലേക്ക് ദൈവാത്മാവ് നമ്മെ നയിക്കട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതൽ ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ പരിപാലനം ഓർത്തുകൊണ്ട് അല്പസമയം നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് ആരാധന കൊടുക്കാമേ. പ്രിയ അഭിഷേകൻ പറഞ്ഞതുപോലെ നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ ദൈവത്തിന്റെ കരുതലെ ഓർത്തുകൊണ്ട് നന്ദിയോടെ നന്ദിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന് നന്ദി, യേശുവിന് നന്ദി. ദൈവിക സാന്നിധ്യത്തിന് നന്ദി പറയുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും തുറന്നാട്ടെ, വായ്കൾ തുറന്ന് അല്പസമയം കർത്താവിന് മഹത്വം കൊടുത്താട്ടെ, ആരാധന കൊടുത്താട്ടെ, സ്തോത്രങ്ങൾ കൊടുത്താട്ടെ. സ്തുതികൾ ഉയരട്ടെ, സ്തുതികൾ ഉയരട്ടെ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. തളർന്നു പോകാവുന്ന, മുരടിച്ചു പോകാവുന്ന ഈ മരുഭൂയാത്രയിൽ തളർന്നു പോകാതെ, ഒരിക്കലും പട്ടുപോകാതെ നമ്മെ വഴി നടത്തുന്ന ആ ദൈവിക സാന്നിധ്യം വഹിച്ചുകൊണ്ട് ഈ രാവിലെ സമയം നമ്മൾ ഒരുമിച്ച് പാടുന്നു. ആശ്രയിപ്പാൻ എനിക്കൊരു നാമമുണ്ട്, എന്നെ വഴി നടത്തുന്ന ഒരു നാമമുണ്ട്. ഈ മരുഭൂയാത്രയിൽ എന്നെ കൈപിടിച്ചു നടത്തുന്ന യേശുവിന്റെ സാന്നിധ്യം എന്റെ കൂടെയുണ്ടെന്ന് വിശ്വാസമുള്ളവർ ഈ ഗാനത്തിന്റെ ഈരടികൾ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാമല്ലോ. എന്നെ കരുതുന്ന, എന്നെ പുലർത്തുന്ന, എന്റെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന, ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറയ്ക്കുന്ന യേശുവിന്റെ സാന്നിധ്യം വഹിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എന്നെ കരുതും, എന്നും പുലർത്തും, എന്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ മറയ്ക്കും. എന്നെ കരുതും, എന്നും പുലർത്തും, എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ
തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. അനർത്ഥങ്ങൾ ഭവിക്കയില്ല. ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. അതുകൊണ്ട് തളർന്നു പോകാതെ ഹല്ലേലൂയ. ഓ മരുഭൂമിയിൽ യാത്ര ചെയ്യും. ഓ പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യൂ പ്രത്യാശയോടെ. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കും അസ്ത്രത്തെയോ ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കയില്ല. രാത്രിയിലെ ഭയത്തെയോ പകലിൽ പറക്കും അസ്ത്രത്തെയും ഇരുള മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കയില്ല. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും. പ്രത്യാശ
വിശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പാവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ. ശബ്ദമുയർത്തേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ. ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ തരുന്നവനെ, അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ. ശബ്ദമുയർത്തേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഓ ചിന്തയും നീയേ, ആശയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ, ഓ വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചിന്തയും നീയേ, ചിന്തയും നീയേ, ആശയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. ശബ്ദമുയർത്തി. ഹല്ലേലൂയ 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 ആമേൻ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാലോമിൽ രാജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാലോമിൽ രാജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാലോമിൽ രാജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാലോമിൽ രാജാവേ. അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. എല്ലാത്തിനും വേദ ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം. എല്ലാ നാമം പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിട ഇണയില്ല നാമം. പറഞ്ഞേ എല്ലാറ്റിനും, ഓ എല്ലാറ്റിനും മേല ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും എല്ലാ നാമം പാടും, എല്ലാ നാമം പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിട ഇണയില്ല നാമം. അത്ഭുതമായ നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാലോമിൽ രാജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാലോമിൽ രാജാവേ. അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഓ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം, സർവ്വവ്യാധിയും മാറ്റിയ നാമം. എൻ ഭയമെല്ലാം, എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം, എന്റെ ശക്തൻ നാമം. എൻ കെട്ടുകളെ അഴിച്ച, എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം, സർവ്വവ്യാധിയും മാറ്റിയ നാമം. എൻ ഭയമെല്ലാം, എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം, എന്നെ ശക്തനായി മാറ്റിയ നാമം. ഓ അത്ഭുതമായ നാമം, അതിശയമായ ആശ്ചര്യമായ നാമമേ, ഓ നാമമേ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ,
മാത്രം അങ്ങേക്കു തുല്യനായി ഒരു വലിയ ദൈവിക സാന്നിധ്യം ഈ ഭരണി ദൈവാത്മാവ് തുറക്കുകയാണ്. ഒരു ദൈവിക പദ്ധതിക്കായി ഈ പകലിൽ ഒന്ന് വിട്ടുവിടുന്നേ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഈ പകലിൽ ഇറങ്ങി ചലിക്കുന്നുണ്ട്. ആത്മാവിൽ ഭരമടിക്കുന്നവൻ ആത്മാവിൽ ഭരമടിച്ച് ആ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി ഈ പകലിൽ ഒന്ന് വിട്ടുവിടുന്നേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചുടമര മര 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 ശരരകളെ കവരിയ
ഓ ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നാളെ നിനച്ചു നടുങ്ങേണ്ട ദുഃഖ വേളകൾ വരുമെന്നു കലങ്ങേണ്ട. നാളെ നിനച്ചു നടുങ്ങേണ്ട ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട. ആമേൻ. കാലമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ. ഈ പഴയ പാട്ട് പാടിയപ്പോ അമ്മച്ചിയെ ഒത്തിരി സന്തോഷിക്കുന്നല്ലേ. പഴയ പാട്ട് നമുക്ക് ഒത്തിരി സന്തോഷം വരുന്ന പാട്ടുകളാണ് പഴയ പാട്ടുകൾ എന്ന് പറയുന്നത്. പഴയ അപ്പച്ചന്മാരും അമ്മച്ചന്മാരൊക്കെ പാടി ആരാധിക്കുള്ള അതിന്റെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചു. നാളെ നിലച്ചു നീ നടുങ്ങേണ്ട ദുഃഖവേളകൾ വരുമെന്ന് കലങ്ങേണ്ട കാലമെല്ലാം ഉള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ. ഓ, എത്ര അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. ആമേൻ. വാനിലെ പറവകൾ പുലരുന്നു നന്നായി, വയലിലെ താമര വളരുന്നു. വാനിലെ പറവകൾ പുലരുന്നു നന്നായി, വയലിലെ താമര വളരുന്നു. വാനവനായകൻ നമുക്കേകും നൽകാതെ മറന്നിടുമോ. വാനവനായകൻ നമുക്കേകും നൽകാതെ മറന്നിടുമോ. മനമേ ചഞ്ചലം എന്തിനാ, കരുതാൻ വല്ലവനില്ലയോ ജയവീരനാ. മനമേ ചഞ്ചലം. ഹല്ലേലൂയ. അടുത്ത വരി. കൈവിടുകില്ലവനൊരു നാളും എന്നു വാക്കു പറഞ്ഞവൻ മാറിടുമോ. കൈവിടുകില്ലവൻ ഒരു നാളും എന്നു വാക്കു പറഞ്ഞവൻ മാറിടുമോ. ആമേൻ. വാനവും ഭൂമിയും പോയാലും വാഗ്ദത്തം സുസ്ഥിരമാ. വാനവും ഭൂമിയും പോയാലും വാഗ്ദത്തം സുസ്ഥിരമാ. മനമേ ചഞ്ചലം എന്തിനാ, കരുതാൻ വല്ലവനില്ലയോ വീരനാ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഈ വർഷം ലീഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമ്മുടെ കീബോർഡിൽ ബാക്കിങ് വന്നിരിക്കുന്ന നമുക്ക് കുറച്ച് പ്രശ്നം വരും. എൻ്റെ മോന് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളൊക്കെ അത് കംപ്ലീറ്റ് ചെയ്ത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇതിന്റെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചു നിൽക്കുന്നില്ല. വാനവും ഭൂമിയും പോയാലും വാഗ്ദത്തം സുസ്ഥിരമാണ്. ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ, ഈ കാണുന്നതെല്ലാം പോയാലും ദൈവത്തിന്റെ വചനം ഒരിക്കലും പോകത്തില്ല. അതാണ് അതിന്റെ അർത്ഥം. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന്റെ വചനം ഒരിക്കലും പറഞ്ഞ മകളെ മാറിപ്പോകത്തില്ല. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നി. ഒരു പുള്ളിക്കാരി എവിടെയോ ഒരു മീറ്റിംഗിൽ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വചനത്തിലല്ല, ദൈവരാജ്യത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ശക്തിയിലാണെന്ന് പറഞ്ഞ് അവർ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിന്റെ നിലനിൽപ്പ് ദൈവവചനം തന്നെയാണ്. ഹല്ലേലൂയ. അതറിയാതെ പോകരുത്. ഇന്ന് പോലെ നമ്മൾ മനസ്സിലാക്കണം, എന്തെല്ലാം മാറിപ്പോയാലും മാറാത്ത ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. ആദിയിൽ ദൈവവചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതുകൊണ്ട് ദൈവവചനത്തിൽ വിട്ടൊരു കാര്യം നമുക്ക് വേണ്ട. ദൈവവചനമാണ് നമ്മെ നിലനിർത്തുന്നത്, ദൈവവചനമാണ് നമ്മെ ഹല്ലേലൂയ ഓരോ കാര്യം നമുക്ക് നിർദ്ദേശം നൽകുന്നത്. അതുകൊണ്ട് ആ ദൈവവചനത്തിന് മുൻപാകെ എത്ര പേരെ സമർപ്പിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. യോശുവയോട് ദൈവം പറയുകയാണ്, അവൻ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, അവൻ യോശുവയെ ബലപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? അവൻ യഹോവയായ ദൈവം പറയുകയാണ്, നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കെ. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്,
നീ ഉറയ്ക്കണം, 2 നീ ധൈര്യപ്പെടണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് പറഞ്ഞേ, 1 ഉറയ്ക്കണം, 2 ധൈര്യപ്പെടണം. എവിടേക്കോ ഉറപ്പ് നഷ്ടപ്പെട്ട് ചാഞ്ചാടുകയാണെങ്കിൽ ദൈവവചനത്തിന്റെ ശക്തിയോട് പറയുന്നു, നിന്നെ കർത്താവ് ഉറപ്പിക്കാൻ പോകുകയാണ്. നീ ഉറയ്ക്കത്തില്ല, നീ ഒരിക്കലും നിലനിൽക്കത്തില്ല എന്ന് പിശാച് നിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പകലിൽ യോശുവയോട് ദൈവം പറഞ്ഞതുപോലെ ദൈവം തമ്പുരാൻ നിന്നെ ഉറപ്പിക്കാൻ പോകുകയാണ്. എവിടെയോ ഭയത്തോടെ ഇരിക്കുന്ന, ധൈര്യമെല്ലാം ചോർന്നുപോയി നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെ നോക്കി ദൈവം പറയുന്നു, നിന്നെ ദൈവം തമ്പുരാൻ ധൈര്യപ്പെടുത്താൻ പോകുകയാണ്. നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഈ സൺഡേയിൽ ആരാധനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയെ ദൈവം നിന്നോട് പറയുന്നു, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. സമയങ്ങൾ ആ ദൈവത്തിന്റെ ഭാഗത്ത് കൊടുത്താലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈവിടുകില്ലവൻ ഒരു നാളും എന്നു വാക്കു പറഞ്ഞവൻ മാറിടുമോ? കൈവിടുകില്ലവൻ ഒരു നാളും എന്നു വാക്കു പറഞ്ഞവൻ മാറിടുമോ? വാനവും ഭൂമിയും പോയാലും വാഗ്ദത്തം സുസ്ഥിരമാ. വാനവും ഭൂമിയും പോയാലും വാഗ്ദത്തം സുസ്ഥിരമാ. മനമേ ചഞ്ചലമെന്തിനാ, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാ. മനമേ, ഇത് വാസ്തവത്തിലേ നമ്മളിങ്ങനെ നിങ്ങൾ എന്നെ നോക്കി പാടേണ്ടതല്ല, നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി പാടേണ്ടതായി പാട്ട്. അങ്ങോട്ട് നോക്കിയിട്ട് നോക്കി പാടണം. മനമേ ചഞ്ചലം എന്തിനാ, കരുതാൻ വല്ലഭൻ. ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി പാടുമ്പോൾ എന്തോ അകത്തൊരു ധൈര്യം അങ്ങോട്ട് വരികയാണ്. ഹല്ലേലൂയ. ഇത് പാടാമോ? അങ്ങോട്ട് നോക്കി പാടാമോ? മനമേ ചഞ്ചലം എന്തിനാ, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാ. നിന്റെ കാര്യം ആരും പരിഹരിക്കുന്നില്ലെങ്കിലും ഇന്ന് പകലിൽ സർവശക്തനായ ദൈവം നിന്റെ കാര്യങ്ങൾ പരിഹരിക്കാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം തമ്പുരാൻ മറുപടി അയക്കാൻ പോവുകയാണ്. വിശ്വസിക്കുക. കരുതുന്ന ഒരു ദൈവമുണ്ട്. ഓ, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉറപ്പോടെ വിശ്വസിക്കുക. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. വിശ്വാസത്തോടെ കരമടിച്ച സന്തോഷത്തോടെ ദൈവത്തിന് ആരാധന കൊടുത്താൽ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ പാടി കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവൻ വിശേഷാൽ ഒരു പ്രാർത്ഥനാ വിഷയം ഒന്ന് പറയുകയാണ്. അവൻ വളരെ നാളുകൾ കൊണ്ട് ഞാൻ ആഗ്രഹിക്കാൻ എനിക്കൊരു കുഞ്ഞു ഭവനം ആവശ്യമായിരുന്നു. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഭവനം അത്ര വാസയോഗ്യമല്ലായിരുന്നു. അവന് പല വിഷയങ്ങളായിരുന്നു. എങ്കിലും കഴിഞ്ഞ ദിവസം വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചെറിയൊരു തുടക്കം ഞങ്ങളിങ്ങനെ തൊട്ടുവെച്ചിരിക്കുകയാണ്. ഭവനത്തിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവാസനത്തിൽ പറഞ്ഞിരുന്നു, അവൻ ദൈവദിനം അതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ, അവൻ സാമ്പത്തിക കാര്യങ്ങളെല്ലാം ദൈവം ഒരുക്കണം. അവൻ കൃത്യസമയമാകുമ്പോൾ ദൈവം മനോഹരമായ ഒരു ഭവനം ഞങ്ങൾക്ക് നൽകേണ്ടതിനായി ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ എല്ലാ കാര്യങ്ങളും ദൈവസ്ഥലാണ് ചാടെ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം എന്റെ കൂടെയുണ്ട്. എന്നെ മാനിക്കുന്നൊരു ദൈവം എന്റെ കൂടെയുണ്ട്. വിശ്വാസത്തോടെ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തെ ഒരുമിച്ച് മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ പഠിച്ച് ഹല്ലേലൂയ. ചുടയ ശബ്ദം തേരനാം ജീവബലം തേ. ഹല്ലേലൂയ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്.
യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ. യേശു മതിയായവൻ, യേശു മതി, യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, യേശു മതി, തന്നിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, തന്നിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കാക്കയെ അയച്ചാകാരം തരും, ആവശ്യമെല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ നവമാക്കി. ഓ കാക്കയെ അയച്ചാകാരം നടത്തി തരും, നഷ്ടങ്ങളെ നവമാക്കി തരും. യേശു മതിയായവൻ, യേശു മതി, യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, തന്നിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, തന്നിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കി തരും, ശാന്തമയുറങ്ങുവ കൃപ തന്നിടും. യേശു മതിയായവൻ, ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കി തരും, ശാന്തമയുറങ്ങുവ കൃപ തന്നിടും. യേശു മതിയായവൻ, യേശു മതി, യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. ഹല്ലേലൂയ. യേശു മതി, തന്നിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, തന്നിതം മതി, നിത്യജീവൻ മതി എനിക്ക്. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, നല്ല സ്വഭാവികളായി തീർത്തിടും. യേശു മതിയായവോ. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, നല്ല സ്വഭാവികളായി തീർത്തിടും. യേശു മതിയായവോ. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, തന്നിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, യേശു മതി, തന്നിതം മതി, നിത്യജീവൻ മതി എനിക്ക്. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാൻ അവൻ എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനാ. യേശു മതിയായവൻ, യേശു മതി, ശക്തിയോടെ എനിക്ക്. ഓ യേശു മതി, തന്നിതം മതി, ഓ യേശു മതി, എനിക്ക്. യേശു മതി, തന്നിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കാക്കയെ അകച്ചാകാരം തരും, ആവശ്യമെല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ശബ്ദമെത്തി.
എത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും. യേശു മതിയായവർ, യേശു മതി, യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഗീതം മതി, ഗീതം മതി എനിക്ക്. യേശു മതി, ഓ ഹല്ലേലൂയ, ക്രൂശു മതി എനിക്ക്. ഓ യേശു മതി, ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൽ, ഒരു വിജയമെടുത്തു വിടും പ്രാപിക്കാം. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൽ, ഒരു വിജയമെടുത്തു വിടും പ്രാപിക്കാം. കേൾക്കാറായി തക്കാരതുണി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേരപുരേ. ഓ കേൾക്കാറായി തക്കാരതുണി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേരപുരേ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. ഓ കേൾക്കാറായി തക്കാരതുണി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേരപുരേ. ഓ കേൾക്കാറായി തക്കാരതുണി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേരപുരേ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചു, നിത്യനിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗസീയോനിൽ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചു, നിത്യനിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗസീയോനിൽ. ഓ കേൾക്കാറായി തക്കാരതുണി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേരപുരേ. ഓ കേൾക്കാറായി തക്കാരതുണി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേരപുരേ. പ്രത്യാശയങ്ങൾ വർദ്ധിച്ചിരുന്നേ, അങ്ങു ചെന്നു കാണുവാൻ പ്രിയൻ വന്നു. പ്രത്യാശയങ്ങൾ വർദ്ധിച്ചിരുന്നേ, അങ്ങു ചെന്നു കാണുവാൻ പ്രിയൻ വന്നു. ഓ കേൾക്കാറായി തക്കാരതുണി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേരപുരേ. ഓ കേൾക്കാറായി തക്കാരതുണി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേരപുരേ. ആനന്ദമേ, നിത്യാനന്ദമേ, ഭക്തനോട് വാഴും കാലം എത്രയാനന്ദം. ഓ ആനന്ദമേ, നിത്യാനന്ദമേ, ഭക്തനോട് വാഴും കാലം എത്രയാനന്ദം. ഓ കേൾക്കാറായി തക്കാരതുണി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേരപുരേ. ഓ കേൾക്കാറായി തക്കാരതുണി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേരപുരേ. ഓ കേൾക്കാറായി തക്കാരതുണി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേരപുരേ. ഓ കേൾക്കാറായി തക്കാരതുണി നാം പോകാറായി ഈ പാർത്തലം വിട്ട്. ഓ ശബ്ദേ, ഓ കേൾക്കാറായി തക്കാരതുണി നാം പോകാറായി. ഓ നിമലവശവലം തേരേടാ, നിമലവശം തേരമലം തേരേടാ, ചൂടാനം തേരമലം തേരേടാ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ Riba
ബൗഡബരാദല രഗമന വേദല ബൗഡാൽ കമന ധീമല ബലബ ധീമല ബലബ ശബ്ദല ബലബല ധിഗമന വേദല ബൗഡബ അൽകമനംദല ധിഗമനാദല ബൗഡബരാദല രഗമന ധീമല ബലബ ശബ്ദല ബലബല ധിഗമന വേദല ബൗഡാരഗന ധീമല ബലബ രഗമന വേദല ബൗഡാരഗന ജനദല രഗമന ബലബല ബൗഡാരാദല ധിഗമന യേശുവിനാമം ബൗഡാരഗനം ജഗമന വേദം ബൗഡബരന്തം ധീമല ബലബ ശബ്ദല ബലബല ധിഗമന വേദല ബൗഡബരാദല രഗമന ധിഗമന വേദല ബൗഡാരഗന രഗമേ ധീമല ബലബ ശബ്ദല ബലബല ധിഗമന വേദല ബൗഡ സൗഖ്യം സംഭവിക്കുന്ന പകൽ സൗഖ്യത്തിന്റെ പകലായി മാറുന്നു. സൗഖ്യത്തിന്റെ ശക്തി ആലയത്തിനകത്ത് വെളിപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ശക്തി വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വചനത്തിന്റെ ക്രിയേഷൻ പവർ വ്യാപരിക്കട്ടെ. വചനത്തിന്റെ ഹീലിംഗ് പവർ വ്യാപരിക്കട്ടെ. വചനത്തിന്റെ അനോയിന്റിംഗ് പവർ വ്യാപരിക്കട്ടെ. Thank you, Jesus.
Hallelujah. Hallelujah, Lord. കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി നന്ദി, അങ്ങയുടെ വലിയ കരുതലിനായി നന്ദി, അങ്ങയുടെ ഭയങ്കര വിശ്വസ്തതയ്ക്കായി നന്ദി അപ്പ. ഇന്ന് ആരാധനയ്ക്കായി ആലയത്തിനകത്തേക്ക് രാവിലെ കാലുകുത്തുമ്പോൾ ദൈവാത്മാവിന്റെ അകത്തു നൽകിയ ഒരു ശബ്ദമുണ്ട്. ഇന്ന് പകൽ ഈ ആലയത്തിനകത്ത് ഒരു അസാധാരണമായ സൗഖ്യത്തിന്റെ ശക്തി ദൈവം അയക്കുകയാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിലൂടെ നമ്മൾ ഇങ്ങനെ തന്നെ വായിക്കുന്നു, ക്രൂശിന്റെ വചനം അത് നശിച്ചു പോകുന്നവർക്ക് ബോക്ഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തി. കർത്താവിനോട് അതിനോടൊരു വാക്ക് ആഡ് ചെയ്ത് പറയാനാണ് പറഞ്ഞത്. രക്ഷിക്കപ്പെടുന്ന നമുക്കത് രോഗത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തിയായി വ്യാപരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ഏതെങ്കിലും ഞാൻ ഉൾപ്പെടെ, എനിക്കറിയാം പ്രിയ ബിന്ദു, ഞാനും കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുകളിലായി ആമേൻ വളരെ വ്യത്യസ്തമായ നിലയിൽ ശാരീരികമായ ഒത്തിരി ക്ലേശങ്ങൾക്കകത്തൂടെ കടന്നു പോകുകയാണ്. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച്, ദൈവസഭയ മക്കൾ ഒരുമിച്ച്, ആമേൻ, നമ്മൾ ഒരുമിച്ച്, ഹല്ലേലൂയ, ആത്മാർത്ഥമായിട്ട് അവിടുന്ന് പറയാണ്. എനിക്കറിയാം ഇതിനകത്ത് ശാരീരികമായ ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ഇന്ന് പകൽ വലിയ വിശദീകരണങ്ങളൊന്നുമില്ലാതെ കർത്താവേ ആ സൗഖ്യമാക്കുന്ന ശക്തി എൻ്റെ മേലൊന്ന് അയക്കണമേ എന്ന് ആഗ്രഹിക്കണവർ ഏതെങ്കിലും നിലകളിൽ നിങ്ങളൊന്ന് പ്രതികരിച്ചു തുടങ്ങിക്കോ. ഒന്നെങ്കിൽ സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കോ, അല്ലെങ്കിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചോ, കരമുയർത്താൻ പറ്റുന്നവർ കരമുയർത്തി പിടിച്ചു. ഉടലാ ജഗൽ ഘടകരകന. ആമേൻ. അത് നിങ്ങളുടെ അടയാളമാണ്. അപ്പ എനിക്കൊരു സൗഖ്യം വേണം, എനിക്കൊരു സൗഖ്യം വേണം, യേശുപ്പ എനിക്ക് സൗഖ്യം വേണം എന്നുള്ളതിൻ്റെ കർത്താവേ, ചർച്ച് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പകലിൽ ഞങ്ങളായിരിക്കുന്ന ഈ കാലാവസ്ഥയുടേതാകാം, കർത്താവേ, മറ്റേതെങ്കിലും വൈറസുകളുടെ അസ്വസ്ഥതകളാകാം, തുടർമാനമായി ശാരീരികമായി അനുഭവിക്കുന്ന ക്ലേശങ്ങളാകാം, നാളുകളായി മെഡിസിൻസ് എടുക്കുന്ന രോഗങ്ങളാകാം. പക്ഷെ കർത്താവേ, അപ്പ ഞങ്ങളോട് പറഞ്ഞ വാക്ക് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇന്ന് പകലിൽ ഇതിനകത്ത് ഒരു സൗഖ്യത്തിന്റെ ശക്തിയുമായി ഞാൻ എൻ്റെ ദൂതനെ അയച്ചിട്ടുണ്ട്. അപ്പ ഞാനത് വിശ്വസിക്കുന്നു. Church, we receive it. Church, we receive the healing power of Jesus. Church, we receive the healing power of Jesus. വചനം പറയുന്നവൻ വചനം അയച്ചവരെ സൗഖ്യമാക്കി. ഇന്ന് പകൽ ഞാൻ യേശുവിൻ നാമത്തിൽ ദൈവസഭയ്ക്കകത്തേക്ക് ദൈവത്തിന്റെ വചനം റിലീസ് ചെയ്യുകയാണ്. അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ആ വചനം ഞാൻ ചർച്ചിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പച്ച വചനം മുഖാന്തരം ഇന്ന് പകൽ ഞങ്ങൾ സൗഖ്യം സ്വീകരിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ സൗഖ്യം സ്വീകരിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവസേവയുടെ മുമ്പിൽ ഈ ഞായറാഴ്ച ദിവസം പകൽക്കാലം ആയിരിക്കും ദൈവം നൽകിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു പ്രാസംഗികനോ ദൈവവചനത്തിൽ നിന്ന് ആഴമായി സംസാരിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ പാസ്റ്റർ ആവശ്യപ്പെട്ടപ്പോൾ കുറച്ച് നേരമെങ്കിലും ദൈവം എന്നോട് സംസാരിച്ച 1-2 തോട്ട്സ് മാത്രം പറഞ്ഞുകൊണ്ട് ദൈവസേവനം താണ്ടിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ കർത്താവെ, ഞങ്ങളുടെ സ്ഥലത്ത് കടന്നു വരുന്നു അപ്പച്ച. കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ നല്ല ആരാധനയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു അപ്പച്ച. അല്പനേരം കർത്താവെ അങ്ങയുടെ വഴി കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പച്ച. അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണം അപ്പച്ച. സ്തോത്രം കർത്താവേ. ദൈവം ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ. ഞങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു അപ്പച്ച. താഴ്ത്തി സമർപ്പിക്കുന്നു അപ്പച്ച. അടിയൻ്റെ മേലും കൂടിയിരിക്കണം അപ്പച്ച. സ്തോത്രം കർത്താവ്. ഇതിൽ ക്രമം കൂടിയിരിക്കണമേ. പ്രാർത്ഥനയായിട്ടായിട്ട് സ്തോത്രം സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ. ഓക്കെ, നമുക്ക് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് 5:1 മുതൽ 11. അതിലൊന്ന് വായിച്ച് ഹെൽപ്പ് ചെയ്യാം.
11 വരെ. താങ്ക് യു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന ഒരു പാസേജാണ്. പ്രത്യേകിച്ച് ശീമോൻ പത്രോസിനെയും തൻ്റെ കൂട്ടാളികളെയും വിളിക്കുന്ന ഒരു പാസേജാണ്. നമുക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. ഒത്തിരി മെസ്സേജ് നമ്മളിതിന് അറൗണ്ട് കേട്ടിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ദൈവം നമ്മൾ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം എനിക്ക് തന്ന 1-2 തോട്ട്സ് മാത്രം ഇതിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിലാദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ യേശു പ്രസംഗിക്കുമ്പോൾ കരയിൽ ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടത് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. നമ്മളുടെ ശ്രദ്ധ ആ ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ യേശുവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് കൂടി വന്നിരിക്കുന്ന ആ ഒരു പുരുഷാരം അല്ലെങ്കിൽ ആ ഒരു ക്രൗഡിലേക്ക് തിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ ഒരു പ്രത്യേകത, അവരെന്തുവാണ് ചെയ്യുന്നത്? ദൈവവചനം കേൾക്കുവാനായിട്ട് തിക്കി തിരക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിതം നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ഒരു തിക്കി തിരക്കുന്ന സ്വഭാവം നമ്മളുടെ ജീവിതത്തിലുണ്ടോ? ദൈവവചനം കേൾക്കുവാനും അല്ലെങ്കിൽ ദൈവവചനം പഠിക്കുവാനും ദൈവത്തിനോട് നമ്മൾ സമയം ചെലവഴിക്കുവാനും അങ്ങനെ ദൈവത്തുമായിട്ട് ഒരു പേഴ്സണലായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ളൊരു ആഗ്രഹം, ആ ഒരു തിക്കി തിരക്കുന്ന അനുഭവം നമുക്കുണ്ടോ? അതോ എല്ലാവരും പോകുന്ന കൂട്ടത്തിൽ ആ ഒരു ഒഴുക്കിന് പോവുകയാണോ? ഞായറാഴ്ച ആയതുകൊണ്ട് ചർച്ച വരുന്നു, അല്ലെങ്കിൽ ബൈബിൾ വായിക്കേണ്ടതുകൊണ്ട് വായിക്കുന്നു, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കേണ്ടതുകൊണ്ട് ഇരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്നുവെന്ന് അങ്ങനെ ഒരു അനുഭവമാണോ? അതോ നമ്മളും ദൈവമായിട്ട് ഈ ഒരു പുരുഷാരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മളെല്ലാവരും കൃത്യമായിട്ട് ചിന്തിക്കണം. ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്, ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യമാണ് ദൈവത്തെ അനുസരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ പിൻപറ്റുന്ന നമ്മൾ ദൈവമായിട്ട് റിലേഷൻഷിപ്പ് എപ്പോഴും ബിൽഡ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട കാര്യം കമ്മ്യൂണിക്കേഷനാണ്, അല്ലേ? നമ്മൾ ഒരാളുടെ നമ്മുടെ ഒരു കൂട്ടുകാരനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വളരണമെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും റിലേഷൻഷിപ്പ് വളരണമെങ്കിൽ, അല്ലെങ്കിൽ മക്കളും അപ്പനും അവരുടെ റിലേഷൻഷിപ്പ് വളരണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്കുണ്ടാവുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കുമ്പോഴും നമ്മൾ ദൈവത്തിനോട് സംസാരിക്കുമ്പോഴുമാണ്. പലപ്പോഴും നമുക്ക് പറ്റിപ്പോകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് അങ്ങോട്ട് സംസാരിക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യമാണ്, നമുക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര കുഴപ്പമില്ല, നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങോട്ട് പറയാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ദൈവം തിരിച്ച് കേൾക്കാനായിട്ട് പലപ്പോഴും നമ്മൾ സമയം ചിലവഴിക്കാറില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്ഷമ നമുക്ക് പലപ്പോഴും ഇല്ല. നമ്മളീ പറഞ്ഞ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരാൾ മാത്രം വൺ സൈഡായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് വളരത്തില്ല. രണ്ട് സൈഡും ബാക്ക് ആൻഡ് ഫോർത്ത് കമ്മ്യൂണിക്കേഷൻ നടന്നെങ്കിൽ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പ് വളരുള്ളൂ നമുക്ക് പൂർണ്ണമായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ആ ഒരു വാഞ്ച, ആ ഒരു ആഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളെപ്പോഴും ഒരു പാട്ട് പാടുമല്ലോ, മാൻനീർ തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് നിനക്കായി കാംക്ഷിക്കുന്നു എന്നൊരു പാട്ട് നമ്മൾ പാടാറുണ്ട്. ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഏറ്റവും കൂടുതൽ കള്ളങ്ങൾ പറയുന്നത് പാട്ടുകൾ പാടുമ്പോഴാണെന്ന് പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. അതായത് നമ്മൾ ഇത്രയൊക്കെ പാടും, പക്ഷേ ആ ഒരു വാഞ്ച നമ്മളുടെ ജീവിതത്തിലുണ്ടോ? അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊരു ഒരു ഒരു പുനർചിന്തനം, ആ ഒരു ശോധന നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനായിട്ടുള്ളത്. രണ്ടാമതെനിക്ക് പറയാനായിട്ട് തോന്നുന്നത്, 3-ാമത്തെ വാക്യത്തിൽ ആ പടകിൽ ശിമോനുള്ളതിനായി ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. അപ്പോൾ യേശുക്രിസ്തു അവിടെ തടാകക്കരയിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു, പുരുഷാരം തെക്കി തിരക്കുന്നു. ആ കൂട്ടത്തിൽ യേശുവിന് മനസ്സിലായി ഒരു നല്ലൊരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇത്രയും പേര് നിൽക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും യേശുവിനെ കാണാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ യേശു ചിന്തിച്ചു, ആ പടകിൽ കയറിയിട്ട് ആ തടാകത്തിലോട്ട് ഇച്ചിരിയും കൂടെ ഒന്ന് മാറി നിൽക്കുവാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു വ്യൂ കിട്ടും, നല്ലപോലെ സംസാരിക്കാൻ പറ്റുമെന്ന് യേശുവിന് മനസ്സിലായി. യേശു ശീമോനോട് അത് ആവശ്യപ്പെടുകയാണ്. ഈ സമയത്ത് ശീമോൻ എന്തായിരുന്നു ചെയ്യുന്നത്? 2-ാമത്തെ വാക്യം നമുക്ക് കാണാനായിട്ട് അവൻ വല കഴുകുകയായിരുന്നു. വല കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേന്നത്തെ മീൻപിടുത്തം എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് തൻ്റെ വലയെല്ലാം ക്ലീൻ ചെയ്ത് മടക്കി വെച്ച് ബോട്ടൊക്കെ ക്ലീൻ ചെയ്ത് വീട്ടിൽ പോകാനുള്ള ഒരു റാപ്പപ്പ് അല്ലെങ്കിൽ ഒരു പാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ശിമോനുള്ളത്. ആ സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. യേശു അന്നേരം ശിമോനോട് പറഞ്ഞു, അതായത് കരയിലോട്ട് അടുപ്പിച്ച പടക് തിരിച്ചൊന്നും കൂടെ തടാകത്തിലോട്ട് നീക്കാനായിട്ട് യേശു ആവശ്യപ്പെടുകയാണ്. അന്നേരം ശീമോൻ പത്രോസിന് ഒരു മനോഭാവം ഞാൻ ഒന്ന് ഊന്നി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എടുത്തു പറയുന്നില്ല, പക്ഷേ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം ശീമോൻ പത്രോസ് അത് അനുസരിക്കുകയും അത് പടക് നീക്കി കൊടുക്കുകയും യേശു ആ പടകിലിരുന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി എന്നാണ് അതിനർത്ഥം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് യേശു പറയുന്നത് അനുസരിക്കാനുള്ള മനോഭാവം ശീമോൻ പത്രോസിന് ഉണ്ടായി. അനുസരണ അവിടെ വേണമെങ്കിൽ ശീമോൻ പത്രോസിന്
ഒന്ന് രണ്ട് എക്സ്ക്യൂസ് പറയാം. കർത്താവേ, നീ വലിയ ദൈവം, നീ ഒരു ഒരു നാഥനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ ഞാൻ ക്ഷീണിച്ചിരിക്കുക, ഞാൻ ടയേർഡാണ്, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിരിക്കുക, ഞാനെല്ലാം പാക്ക് ചെയ്ത് ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകാൻ നിൽക്കുക, എനിക്കിനി ഒരു ആരോഗ്യമില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ മാറി നിൽക്കായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യാതെ ശീമോൻ പത്രോസ് ചെയ്തൊരു കാര്യം, ആ പടക് നീക്കി കൊടുക്കാനുള്ള മനോഭാവം കാണിക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അനുഭവം എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു അനുസരണ എപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. നമുക്ക് വേണമെങ്കിൽ ഒത്തിരി എക്സ്ക്യൂസ് ദൈവത്തിനോട് പറയാം, ഞാൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെ എൻ്റെ അവസ്ഥ അങ്ങനെയാണ്, മറ്റേതാ മറിച്ചാന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ നമ്മുടെ അവസ്ഥ എല്ലാം അറിയാവുന്നൊരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ആ ദൈവത്തിന് നമ്മളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും മനസ്സിലാവും, നമ്മളുടെ കുറവുകളും മനസ്സിലാവും, നമ്മളുടെ പോരായ്മകളും മനസ്സിലാവും. പക്ഷേ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അനുസരണ, അല്ലെങ്കിൽ ആ ഒരു ഒബേയിങ്, ആ ഒരു പ്രത്യേകത ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഈ ഒരു ശിമോൻ പത്രോസിൻ്റെ വേറൊരു പ്രത്യേകത, തനിക്കുള്ളത് ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കാനുള്ളൊരു മനോഭാവം ശിമോൻ പത്രോസിന് ഉണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പല കാര്യങ്ങൾ, നമ്മുടെ സമയമുണ്ട്, നമ്മളുടെ പണമുണ്ട്, നമ്മളുടെ കഴിവുണ്ട്, നമ്മുടെ താലന്തുണ്ട്, നമുക്ക് പല കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം നൽകിയതല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല, പക്ഷേ നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ളൊരു മനോഭാവം നമ്മൾക്കൂടെ ഉണ്ടോ? ശിമോൻ പത്രോസിൽ കാണാൻ പറ്റിയ ആ ഒരു വലിയ മാതൃക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കുന്നു. പാസ്റ്റർ പറഞ്ഞതുപോലെ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയുള്ളതോ, അല്ലെങ്കിൽ അതുമാത്രമല്ല ഏത് രീതിയിലുള്ള ഒരു പ്രാർത്ഥനയാണെങ്കിൽ പോലും നമുക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ, അല്ലെങ്കിൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കാത്ത എന്തെങ്കിലും മേഖലകളുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കണം. പലപ്പോഴും നമ്മൾ പറയുന്നൊരു ഉദാഹരണമാണ്, നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് പെട്ടെന്ന് വരുവാണെന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഉടനെ വീടെല്ലാം ക്ലീൻ ആക്കും, ഇല്ലേ? അപ്പോൾ അവരെല്ലാം വന്ന് കാണുമ്പോൾ വീട് വൃത്തിയായിരിക്കാൻ വേണ്ടി നല്ലപോലെ ക്ലീൻ ആക്കാൻ ശ്രമിക്കും. പക്ഷെ അന്നേരം നമ്മൾ ചെയ്യുന്നത്, നമുക്ക് സമയമില്ലെങ്കിൽ നമ്മൾ വേണ്ടാത്ത എല്ലാം കയറ്റി ഒരു റൂമിനകത്താക്കിയിട്ട് റൂം അങ്ങ് അടച്ചങ്ങ് വെക്കും, ഇല്ല? അപ്പോൾ അതുകൊണ്ട് ഗസ്റ്റ് വരുമ്പോൾ അവരെ നമ്മൾ ആ റൂം കാണിക്കില്ല. അപ്പോൾ ബാക്കിയെല്ലാം നോക്കുമ്പോൾ വല്ല വൃത്തിയാണ്, പക്ഷേ ഒരു റൂം അല്ലെങ്കിൽ ഒരു പ്രത്യേക മൂല അത്ര വൃത്തിയായിരിക്കത്തില്ല. നമ്മളത് എല്ലാം ഒന്ന് ഡംപ് ചെയ്ത് വെച്ചാനുള്ള ഒരു സ്ഥലമായിട്ട് പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണോ? യേശുക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളോട്ട് വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ഒത്തിരി അറകളുണ്ടെന്ന്, ഒത്തിരി റൂംസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളെല്ലാ റൂമിലേക്കും യേശുക്രിസ്തുവിന് പ്രവേശനം കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ ചില മുറികൾ നമ്മൾ ഇവിടം വരെ വന്നാൽ മതി, ഇതിൻ്റെ അപ്പുറത്തോട്ട് യേശുവേ നീ കടക്കണ്ട എന്ന് പറഞ്ഞ് നമ്മളൊരു ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. ഒരിക്കൽ പോലും നമ്മളങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. കംപ്ലീറ്റ് ആയിട്ട് 100% നമ്മുടെ എല്ലാ മുറികളും, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ അറകളും, ഹൃദയത്തിൻ്റെ ഏത് മൂല വരെയും യേശുവിനെ യേശുക്രിസ്തുവിനെ തുറന്ന് കാണുവാനായിട്ട് പറ്റിയ ഒരു സ്ഥലമായിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മളുടെ ജീവിതത്തെ മുഴുവനായിട്ട്, ഹൃദയങ്ങളെ മുഴുവനായിട്ട് ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അടുത്തതായിട്ട് 4-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു സംസാരിച്ച് തീർന്നു. അതിനുശേഷം ശീമോൻ പത്രോസിനെ നോക്കിയിട്ട് പറയാം, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവാനായിട്ട്. അപ്പോൾ യേശുക്രിസ്തുവിനോട് ശിവൻ പത്രോസ് പറഞ്ഞില്ല എനിക്ക് മീനൊന്നും കിട്ടിയില്ല, ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്, ഞങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ യേശുക്രിസ്തു അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടു, അദ്ദേഹത്തിൻ്റെ ആ ഒരു നിസ്സഹായാവസ്ഥ കണ്ടു, അദ്ദേഹത്തിൻ്റെ വിഷമം കണ്ടു, ദുഃഖം കണ്ടു. ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിയുന്നൊരു ദൈവമാണ് നമുക്ക് ഉള്ളത്. നമ്മൾ മറ്റുള്ളവരോട് പോലും പറയാത്ത, നമ്മളെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരോട് പോലും പറയാത്ത അത്രയും വേദനകൾ നമ്മുടെ ഹൃദയങ്ങളിലുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ, ഒരു കാര്യം നമ്മൾ ഓർത്തോണം, അത് അറിയുന്ന ഒരു ദൈവം നമ്മൾക്കുണ്ട്. നമ്മൾ ഓർത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു വലിയൊരു പ്രശ്നം അറിയുന്ന നമ്മളുടെ ചീഫ് മിനിസ്റ്റർക്കോ അല്ലെങ്കിൽ നമ്മുടെ വലിയൊരു ആൾക്കറിയാമെങ്കിൽ നമ്മൾ എത്രമാത്രം ആശ്വാസമുണ്ടാവും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള നമ്മുടെ ദൈവത്തിന് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ നിസ്സഹായാവസ്ഥയും അറിയാമെന്നത് നമ്മൾ എത്രമാത്രം ആശ്വാസം തരുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. അപ്പോൾ യേശുക്രിസ്തുവിന് അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ മനസ്സിലായി, അതിനനുസരിച്ചുള്ള ഒരു പ്രവൃത്തി അദ്ദേഹം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടെ നമ്മൾ ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ടത്, യേശുക്രിസ്തു ഇത് പറയാനുള്ള തൊട്ട് മുന്നത്തെ വാക്യത്തിൽ ശിമോൻ പത്രോസ് അനുസരിച്ചത് കൊണ്ടാണ്. ലെറ്റ്സ് സേ ശിമോൻ പത്രോസ് അനുസരിച്ചില്ല എന്ന് വിചാരിക്കുക, അദ്ദേഹം എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞ് മാറിപ്പോയെങ്കിൽ വിചാരിക്കുക, യേശു ഇങ്ങനെ ഒരു ഇൻ്റർവെൻഷൻ ചെയ്യുമെന്ന് നമുക്കൊരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി വേറെ ഇത് നടക്കും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ആ ഒരു അനുസരണയാണ് ദൈവം അദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹത്തെ ദൈവം എടുത്ത് ഉപയോഗിച്ചത്. അപ്പോൾ അതാണ് നമുക്ക് അടുത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ 5-ാമത്തെ വാക്യത്തിൽ, അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. ശീമോൻ്റെ 2-ാമത്തെ എക്സാമ്പിൾ ഓഫ് ഒബേയിങ് ആണ് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതും യേശു പറയുന്നത് അദ്ദേഹം അനുസരിക്കുന്നു. അതായത് ഇവിടെയും ശീമോന് പിന്നെയും ന്യായങ്ങൾ നിരത്താം. കാരണം യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു
കാർപ്പൻ്ററിൻ്റെ തച്ചൻ്റെ മകനാണ്. അദ്ദേഹത്തിന് തടിപ്പണികളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം എന്ന് പറയുന്നത്. മീൻപിടുത്തത്തിനെ പറ്റി അദ്ദേഹത്തിന് അറിവുണ്ടോ എന്ന് വേണമെങ്കിൽ ശീമോൻ ചോദിക്കാം. ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഇത് ചെയ്യുന്ന, ഞങ്ങൾ രാത്രി അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല, എന്ത് നീ പറയുന്ന സ്ഥലത്ത് വഴി ഇറക്കി കഴിഞ്ഞാൽ ഇത് കിട്ടുമെന്ന് എന്താ ഉറപ്പ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ചിന്തിക്കാം. അല്ലെങ്കിൽ രാത്രിയാണ് സാധാരണ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത്, പകലല്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഒരു ന്യായം പറയാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പോകാൻ നിൽക്കുക, ഇനിയിപ്പോൾ നാളെ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യായം പറയില്ല. യേശു പറയുന്നത് കൃത്യമായി അനുസരിക്കാനായിട്ടുള്ള ഒരു ഹൃദയം ശീമോന് അവിടെ ഉണ്ടായിരുന്നു. അതും ശീമോൻ്റെ അനുസരണയുടെ വലിയൊരു എക്സാമ്പിളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ നോട്ട് ചെയ്യുന്നത്, തൊട്ട് മുന്നത്തെ അധ്യായം വായിക്കുവാണെങ്കിൽ ഈ ശീമോൻ്റെ തന്നെ അമ്മായിയമ്മയെ യേശുക്രിസ്തു സൗഖ്യമാക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വിശ്വാസം അദ്ദേഹത്തിന് ഹൃദയത്തിൽ അന്നേരം വീണിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം പറയുന്നത്, നാഥാ ഞങ്ങൾ ഒന്നും കിട്ടില്ലെങ്കിൽ നിൻ്റെ വാക്കിന് ഞാൻ വിലയിറക്കും. നിൻ്റെ വാക്കിന്, യേശുവിൻ്റെ വാക്കിന് പ്രവർത്തിച്ച് ചെയ്യുവാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ഉണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടിലും യേശു പ്രവർത്തിക്കുമ്പോൾ യേശുവിൻ്റെ ഒരൊറ്റ വാക്ക് മതി പല കാര്യങ്ങളിലും വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറത്തായിട്ട് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ ഒരൊറ്റ വാക്ക് മതി എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. നമുക്ക് ചിലപ്പോൾ ദൈവത്തിൻ്റെ വചനം ആഴമായിട്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള കൃപയില്ലായിരിക്കാം, മറ്റുള്ളവരെ പോലെ പാടുവാനായിട്ടുള്ള മറ്റുള്ള കഴിവുകളൊന്നും നമുക്കില്ലായിരിക്കാം. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് ദൈവത്തെ അനുസരിക്കാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് ഒരു പ്രയാസത്തിനെയും ബുദ്ധിമുട്ടിനും ആവശ്യമില്ല. ദൈവത്തെ അനുസരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ, ദൈവം അവിടെ പ്രവർത്തിച്ചിരിക്കും. 6-ാമത്തെ വാക്യത്തിൽ, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത് മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അപ്പോൾ കുറച്ചു മുന്നേ യേശു ഒരു കാര്യം പറഞ്ഞു, അതവരനുസരിച്ചു. അതിൻ്റെ പരിണിത ഫലമാണ് അടുത്ത വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? പെരുത്ത് മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. 7-ാമത്തെ വാക്യത്തിൽ, അവർ മറ്റേ പടകിലെ കുട്ടികൾ വന്ന് സഹായിപ്പൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങാറാകുവോളം നിറച്ചു. അപ്പോൾ വലിയൊരു അനുഗ്രഹം, ഒരു മിറാക്കിൾ ആയിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ദൈവത്തെ അനുസരിച്ചാൽ അതിൻ്റെ ഉള്ള പ്രതിഫലം എന്ന് പറയുന്നത് ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അനുസരണയാണ് ദൈവം നമ്മൾ നോക്കുന്നത്. അനുസരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സൈഡിൽ നിന്നുള്ളത് ദൈവം കൃത്യമായിട്ട് ചെയ്തിരിക്കും. 8-ാമത്തെ വാക്യത്തിൽ, ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ട് പോകണമേ എന്ന് പറഞ്ഞു. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, നമ്മളായിരുന്നു ശീമോൻ്റെ സ്ഥാനത്തെങ്കിൽ ദൈവം നമുക്ക് വലിയൊരു നന്മ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയും, നമ്മൾ സന്തോഷവാനായിട്ട് നമ്മളങ്ങ് ഇരിക്കും. പക്ഷേ ഇവിടെ ശീമോൻ ഒരു ട്രാൻസ്ഫോർമേഷനാണ് അവിടെ സംഭവിച്ചത്. നമ്മളുടെ ജീവിതത്തിലും ദൈവം നമുക്ക് ഓരോ നന്മകൾ ചെയ്യുമ്പോൾ, ഓരോ മിറാക്കിൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്താൻ സ്തുതിക്കണം, അതെല്ലാം ശരി. പക്ഷേ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരം ഉണ്ടാക്കുവാനായിട്ട് ആ ഒരു മിറാക്കിൾസും ദൈവം എടുത്ത് ഉപയോഗിക്കും. നമ്മൾ പലപ്പോഴും പറയും, നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവം നമ്മളെ പണിതെടുക്കും, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നൊക്കെ പറയും. പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ല, ദൈവം നമുക്ക് നന്മ തരുമ്പോഴും ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ കൃത്യമായിട്ട് കാണുന്നത്. അപ്പോൾ ശീമോൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായി. തൊട്ട് മുന്നത്തെ വാക്യത്തിൽ യേശുവിനെ അവൻ അഭിസംബോധന ചെയ്തത് നാഥ എന്ന വാക്കുപയോഗിച്ച, അല്ലെങ്കിൽ മാസ്റ്റർ എന്ന വാക്കുപയോഗിച്ചിട്ടാണ് അഭിസംബോധന ചെയ്തത്. പക്ഷേ ഈ ഒരു മിറാക്കിൾ കണ്ടതിന് ശേഷം ശീമോനുണ്ടായ ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹം അഭിസംബോധന ചെയ്ത് ഓ ലോഡ്, അല്ലെങ്കിൽ കർത്താവേ എന്ന ഒരു വാക്കുപയോഗിച്ചിട്ടാണ്. നാഥയ്ക്കും കർത്താവിനും വേറൊരു അർത്ഥ തലങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, നാഥയേക്കാളും ഒരു പടി കൂടെ പേഴ്സണലായിട്ട് ദൈവത്തെ മനസ്സിലാക്കുന്ന, തൻ്റെ ജീവിതത്തെ നടത്താനുള്ള അധികാരം കൊടുക്കുന്ന രീതിയിലാണ് യേശു ക്രിസ്തുവിനെ അദ്ദേഹം ആ ഒരു അഭിസംബോധന. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന മിറാക്കിൾസ് അല്ലെങ്കിൽ നന്മകൾ എന്ന് പറയുന്നത് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നത് കൂടെ ആയിരിക്കണമെന്ന് കൃത്യമായിട്ട് ദൈവം നമ്മളെ ഓർപ്പിക്കുന്നു. നമ്മളുടെ കുറവുകൾ മനസ്സിലാക്കണം. കർത്താവേ, ഈ ഒരു നന്മ എനിക്ക് ചെയ്യുവാൻ എനിക്കൊരു അർഹതയുമില്ല, എനിക്കത് ലഭിക്കാനുള്ള ഒരു കഴിവോ ഒന്നും എനിക്കില്ല, പക്ഷേ അങ്ങയുടെ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പടി കൂടി ദൈവത്തിലേക്ക് അടുക്കുവാൻ, ഒരു പടി കൂടെ ദൈവത്തിലേക്ക് താഴുവാൻ, ഒരു പടി കൂടെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ, ഒരു പടി കൂടെ ദൈവത്തിനോട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ദൈവം അതാണ് നമ്മൾ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം പലപ്പോഴും നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത്. ഇതിനെ മറ്റൊരു തലം കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരും. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, ഒരു മറുപടിയോ അല്ലെങ്കിൽ ഒരു നീക്കുപോക്കോ പലപ്പോഴും കാണാറുമില്ല. അതിലും ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കൂടെ ദൈവത്തിനോട് അടുക്കുവാൻ, ഇത്രയും കൂടെ ദൈവത്തിനോട് ചേർന്നിരിക്കുവാൻ, ഇത്രയും കൂടെ ദൈവത്തിൻ്റെ കൃപ നമ്മൾ മനസ്സിലാക്കുവാൻ. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ ജഡത്തിലൊരു ശൂലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അത് പലതവണ പ്രാർത്ഥിച്ചിട്ട് ദൈവം അത് മാറ്റിയില്ല. ദൈവം പറഞ്ഞൊരു വാക്യമുണ്ട്,
എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറാതെ നിൽക്കുവാണെങ്കിലും, പ്രയാസങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഒരു നീക്കുപോക്ക് ഉണ്ടായില്ലെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ്. നമ്മളുടെ സ്വഭാവത്തിൽ, നമ്മളുടെ പെരുമാറ്റത്തിൽ, നമ്മളുടെ ആ ഒരു ഇതിലൊക്കെ ഒരു വലിയൊരു രൂപാന്തരം ഉണ്ടാകാനായിട്ട് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവം നമുക്ക് നന്മ ചെയ്താലും, ദൈവം നമുക്ക് അതിനൊരു ചെറിയൊരു നീക്കുപോക്ക് തൽക്കാലം വെച്ചിട്ടില്ലെങ്കിൽ പോലും, ഈ രണ്ട് കാര്യത്തിലാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിലോ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുവാനായിട്ട് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നു. അതാണ് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളും. അപ്പോൾ അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ 11-ാമത്തെ വാക്യത്തിൽ, പിന്നെ അവർ പടകുകളെ വിട്ട് അടുപ്പിച്ച് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചതിൻ്റെ അടുത്ത തലമാണ് ഇത്രയും വലിയ ഗിഫ്റ്റ് കിട്ടിയിട്ടും, ഇത്രയും വലിയ സമ്മാനം കിട്ടിയിട്ടും, ഇത്രയും വലിയ ദാനം കിട്ടിയിട്ടും അത് അവിടെ ഉപേക്ഷിക്കുവാനായിട്ട്, അതിൻ്റെ കർത്താവിനെ പിൻപറ്റുവാനായിട്ട് വലിയൊരു മനസ്സ് ശീമോനോടെ ഉണ്ടായി. നമുക്ക് ദൈവം നന്മകൾ തരുമ്പോൾ അത് ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനെ പലപ്പോഴും നമ്മൾ ആ നന്മയെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനും അതിനെ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാനായിട്ടും ശ്രമിക്കാറുണ്ട്. അത് തന്ന ദൈവത്തെ നമ്മൾ ഒരു പടി കൂടെ മനസ്സിലാക്കാനും ഒരു പടി കൂടെ താഴാനായിട്ടും ഉള്ള കൃപ നമ്മൾക്ക് പലപ്പോഴും ലഭിക്കാതെ പോകാറുണ്ട്. അതുകൊണ്ടാവരുതാണ് ദൈവം കൃത്യമായിട്ട് നമുക്ക് ഇന്ന് മനസ്സിലാക്കുന്നത്. നമ്മളുടെ ഗിഫ്റ്റിനേക്കാളും നമ്മളുടെ ഗിവറിനെ നമുക്ക് ഒരു പടി കൂടെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ദാനത്തെക്കാളും നമുക്ക് ആ ദാനം തന്ന ദാതാവിനെ നമുക്ക് ഒരു പടി കൂടെ സ്നേഹിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കാര്യം. ഇത്രയും കാര്യങ്ങളാണ് ദൈവത്തിൽ നിന്ന് എനിക്ക് സംസാരിക്കാനായിട്ട് ദൈവം എന്നെ പ്രേരിപ്പിച്ചത്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് പിന്നിപ്പിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങളെ സെലവിൽ കടന്നു വരുന്നു. അപ്പച്ചാ സ്തോത്രം കർത്താവേ. ദൈവമേ, ഞങ്ങൾ ഈ കർത്താവെ പാസേജിൽ നിന്ന് കേട്ടതുപോലെ അപ്പാ, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങ് കൊണ്ടുവരുന്ന ഓരോ അവസ്ഥകളിലും, കർത്താവെ ഓരോ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളും കർത്താവെ അങ്ങയുടെ വലിയ കരം വെളിപ്പെടുമെന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. അപ്പച്ചാ കർത്താവെ, ഒരിക്കലല്ലെങ്കിലും മറ്റൊരിക്കൽ കർത്താവെ അങ്ങയുടെ വലിയ ഒരു സാക്ഷ്യത്തിന് അത് ഉളവാക്കും നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. അപ്പച്ചാ കർത്താവെ, ആ ഒരു പുരുഷാരൻ ചെയ്തതുപോലെ അങ്ങേ കർത്താവെ ആഗ്രഹിക്കുവാനും അങ്ങയുടെ വചനം കേൾക്കുവാനും അതിൽ നിന്ന് പ്രാപിക്കുവാനുള്ള വലിയൊരു വാഞ്ചം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകണമേ. അപ്പച്ചാ സ്തോത്രം കർത്താവെ. ശിമോൻ ഉണ്ടായിരുന്ന പോലെ വലിയൊരു അനുസരണത്തിൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് തരണമേ. അപ്പച്ചാ സ്തോത്രം കർത്താവെ. ദൈവമേ, ന്യായങ്ങൾ നികത്തുവാനും എക്സ്ക്യൂസുകൾ പറയുവാനും കർത്താവെ ഇടയാക്കല്ല. അപ്പച്ചാ ദൈവം അതിൽ നിന്ന് ഉപരിയായിട്ട് കർത്താവെ അങ്ങയോട് ചേർന്നിരിക്കുവാനും അങ്ങ് പറയുന്ന അതേപടി വിശ്വസിക്കുവാനും അനുസരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകണം. അപ്പച്ചാ സ്തോത്രം കർത്താവെ. അങ്ങ് ഞങ്ങൾക്ക് ഓരോ നന്മകൾ ചെയ്യുമ്പോൾ കർത്താവെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുവാനായിട്ട് അത് അങ്ങ് എടുത്ത് ഉപയോഗിക്കണമേ. അപ്പച്ചാ സ്തോത്രം കർത്താവെ. ഒരു കുടുംബങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനായിട്ട് സ്തോത്രം. സകലം യേശുക്കണമേ. ഇന്ന് പകലിൽ നമുക്ക് മുൻപിലുള്ളതായ അല്പസമയം കർത്താവിനെ ഏൽപ്പിച്ച ദൈവവചന ഭാഗത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ആമേൻ. അതിന് മുഖാന്തരമായി അല്ലെങ്കിൽ അതിന് മുന്നോടിയായി പ്രിയ റിമലിലൂടെ കർത്താവ് നൽകിയ ദൈവവചന ഭാഗത്തെ നമ്മൾ അവിടുന്ന് ഓർക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് ദൈവാത്മാവ് നമ്മളോട് ഇടപെട്ട ആ ദൈവവചന ഭാഗം, വളരെ ശ്രദ്ധേയമായ ദൈവവചന ശബ്ദങ്ങൾ ഇന്ന് പകലിൽ കേൾക്കുവാൻ കർത്താവ് നമുക്ക് അവിടുന്ന് കൃപ ചെയ്തല്ലോ. അതിനെയും പ്രിയ ഉണ്ണി പറഞ്ഞ സാക്ഷ്യത്തെയും ഞാൻ ഈ പറയുന്ന വാക്കുകളിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് അടുത്ത അരമണിക്കൂർ സമയം എൻ്റെ ശബ്ദം കേൾക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായി അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിച്ച് ആമേൻ. ഈ പകൽക്കാലം ദൈവത്തിന് നന്ദി പറയുന്നവരായി തീരുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ചെറിയ സന്ദേശം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുകയാണ്. ആമേൻ. ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കുക. ആമേൻ. നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. ആമേൻ. ദൈവം സ്നേഹം തന്നെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിനും, ഇതിന് മുകളിലത്തെ വാക്യട്ടവന് ഇല്ല 6-ാമത്തെ വാക്യം സ്ക്രീനിലൊന്ന് കൊടുക്കുക. 6-ാമത്തെ വാക്യം. ഓക്കെ. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും നമ്മൾ ഇതിനാൽ അറിയും. എത്ര ഗൗരവമേറിയൊരു വിഷയമാണ് നോക്കണേ. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും
വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമ്മൾ ഇതിനാൽ അറിയും. ഏതിനാൽ അറിയും? അടുത്ത 7-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. പ്രൈസ് ദി ലോർഡ്. മുകളിലത്തെ വാക്യം ഒന്നും കൂടെ നിങ്ങൾ നിങ്ങളുടെ ധ്യാനത്തിന് വേണ്ടി എടുക്കുക. ആ വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന പദം ഇതാണ്: സത്യത്തിൻ്റെ ആത്മാവ് ഏതാണെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതാണെന്നും ഏതിനാൽ അറിയും. ഏതിനാൽ, ഇതിനാൽ അറിയാം എന്ന് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. പത്രോസിൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു അനുഭവം നമ്മൾ അവിടെ കേട്ടു. 5-ാം അധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അകത്ത് നിന്ന് നമ്മൾ കേട്ട അനുഭവങ്ങൾ അതാണ്. അവിടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാകാം, അനുഭവങ്ങൾ കൊണ്ടാകാം, അവൻ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വരുമ്പോൾ നമ്മൾ കേട്ടതുപോലെ യേശുവിൻ്റെ വാക്കിന് എന്തു കൊടുത്തു? ചെവി കൊടുത്തു. നിങ്ങളെന്നെ ശ്രദ്ധിക്കുന്നു? യേശുവിൻ്റെ വാക്കിന് ചെവി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ആ യേശുവിൻ്റെ വാക്കിന് ചെവി കൊടുത്തിട്ട് അടുത്ത വാക്ക്, കർത്താവേ നിൻ്റെ വാക്ക് കേട്ട് ഞങ്ങളിത് ചെയ്യാമെന്ന് പറയുന്ന രണ്ടാമത്തെ അനുഭവം. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ആത്മാവിൽ മനസ്സിലാകും. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെയാണ് ആ പദത്തെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത്. പത്രോസ് അവിടെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. മറിയൊന്നിടാമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പത്രോസ് ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. കർത്താവേ, ഞാൻ പാപി ആയതുകൊണ്ട് നീ എന്നെ വിട്ട് പോകണം. സ്തോത്രം. എന്തൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് നോക്കിയേ. ആമേൻ, ഹല്ലേലൂയ. നീ പാപിയായത്, ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ട് പോകണമേ. സ്തോത്രം. എന്തൊരു പ്രാർത്ഥനയായത്, എന്തൊരു 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 നിലവിളിയായത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇതിൻ്റെ ആകെ തുക മനസ്സിലാക്കിയാൽ ഒറ്റ വാക്ക് ഞാൻ പറയാം, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് വരുന്ന നന്ദി പ്രകടനം എന്ന് ഞാൻ പറയും. നിങ്ങൾ എത്ര പേരുടെ കൂടെ വരുമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അദ്ദേഹം പറയുന്നു, കർത്താവേ ഒരു രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, പക്ഷെ നിന്റെ വാക്കിന് ഞങ്ങൾ എന്ത് ചെയ്യുക? ചെവി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ സംഭവിക്കുന്ന സംഭവത്തിന്റെ മുൻപിൽ അദ്ദേഹം പറയുക, എന്നെ വിട്ട് പോണം, എൻ്റെ അടുക്കൽ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. ഇത് പറഞ്ഞിട്ട് ആ 11-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് വന്നേ. 11-ാമത്തെ വാക്യത്തിൽ അവിടെ കൊടുത്തിരിക്കുന്നത്, പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലതും വിട്ട് അവനെ അനുഗമിച്ചു. എൻ്റെ കൂടെ വരല്ലേന്ന് പറഞ്ഞ കർത്താവിൻ്റെ കൂടെ അവൻ പോയി. നിങ്ങൾക്ക് വല്ലതും പിടികിട്ടുന്നോ? കർത്താവ് അവിടുത്തെ ഈ സ്റ്റേറ്റ്മെന്റ്സ്, അവൻ പ്രിയ റിമല വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ അകത്ത് നൽകിയ ഒരു വചനത്തിന്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം. ആമേൻ, ഹല്ലേലൂയ. തൻ്റെ കുറവുകളെ ഏറ്റു പറഞ്ഞവനെ അടുത്തൊരു ലെവലിലേക്ക് കൂടെ പോകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ചേർത്ത് പിടിച്ചു. സ്തോത്രം. ഇത് വെളിപ്പെട്ടു വന്നതിൻ്റെ കാരണമാണ് ഇന്ന് പകൽ ഞാൻ തൊടാൻ പോകുന്ന ഈ വചനം. യോഹന്നാന്റെ ലേഖനം 1 ആമേൻ, 1 John chapter 4 verse 8. ആമേൻ. അവിടെ നമ്മൾ വായിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, God is love. ദൈവം ആരാകുന്നു? സ്നേഹമാകുന്നു. നിങ്ങൾ എത്ര പേർ എന്നോട് ചേർന്ന് പറയും, എൻ്റെ ദൈവം സ്നേഹം? എൻ്റെ ദൈവം ഒന്ന് ചേർന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇനി 8-ാമത്തെ വാക്യം ഒന്ന് ചേർത്ത് വായിക്കുക. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ആ ആ ആ ശ്രദ്ധിച്ച് കേൾക്കുക. നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. ആരെ അയച്ചു? ഏകജാതനായ പുത്രനെ. എന്തുകൊണ്ട് അയച്ചു? ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം കൊണ്ട്. എത്ര പേരുന്ന് പകൽക്കാലം പറയുന്നു, എൻ്റെ ദൈവത്തിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്? ഒന്ന് വാതുറന്ന് പറയുന്നേ, എൻ്റെ ദൈവത്തിന് എന്നെ, ഞാൻ ഇഷ്ടം എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ടാണോ? എൻ്റെ ദൈവത്തിന് എന്നെ ഭയങ്കര സ്നേഹമാണ്. പറഞ്ഞേ, ധൈര്യമായിട്ട് പറഞ്ഞേ, എൻ്റെ ദൈവത്തിന് എന്നെ, ഉറക്കെ പറ, എൻ്റെ ദൈവത്തിന് എന്നെ, ദൈവത്തിന് നമ്മെ, GCHലെ മക്കളെല്ലാം പറഞ്ഞ ദൈവത്തിന് നിങ്ങളെ ഭയങ്കര, അതുകൊണ്ടാണ് വേറെ ഒരു സ്ഥാപനത്തിലും പോകാതെ GCH തന്നെ ദൈവം കൊണ്ടുവന്നേ. ആമേൻ. ദൈവത്തിന് നമ്മളെ
സ്നേഹമാണ്. ചോദിച്ചെല്ലാവരും പറഞ്ഞേ, ദൈവത്തിന് നമ്മെ ഭയങ്കര ഒരു നല്ല ആമേൻ പറയുന്നേ. ദൈവത്തിന് സ്നേഹമുണ്ടോ? ഇനിയും റിമൽ പറഞ്ഞ വാക്കിലേക്ക് പോകാം. ദൈവം നമ്മെ രാപകലില്ലാതെ സ്നേഹിക്കുകയും നമ്മൾ തിരിച്ച്, ഇനി എങ്ങനെയാ നിങ്ങളുടെ ലാംഗ്വേജിലെടുത്തോ, നിങ്ങളുടെ സ്വഭാവം പോലെ എടുത്തോ. ദൈവത്തിന് നമ്മളെ ഭയങ്കര ആണോ അല്ലയോ? ദൈവത്തിന് നമ്മെ ഭയങ്കര സ്നേഹമാണ്. അതാണ് കർത്താവിൻ്റെ തിരുമേശ വരെ നമ്മുടെ മുമ്പിൽ ബോധ്യമാക്കി തരുന്നത്. സ്തോത്രം. ദൈവത്തിന് പേര് വിളിച്ച് നമ്മളെ സ്നേഹിക്കാൻ ഇഷ്ടമാണ്. ഒരാമേൻ പറയാമോ? ഓമന പേര് വിളിച്ച് നമ്മളെ സ്നേഹിക്കാൻ ഇഷ്ടമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നിങ്ങൾ എത്ര പേര് പറയും ആരോഗ്യത്തോടെ ബലത്തോടെ നമ്മൾ ഇന്ന് ചർച്ചിനകത്ത് ഇരിക്കുന്നത് തന്നെ അപ്പയ്ക്ക് നമ്മളോടുള്ള ഭയങ്കര സ്നേഹമല്ലേ? ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് സത്യത്തിൽ ശരിക്കും എൻ്റെ ശബ്ദം പോലും എടുക്കാൻ പറ്റാത്ത ഒരനുഭവത്തിലാണ് എൻ്റെ ചെസ്റ്റ് പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആമേൻ. മനുഷ്യ ഫീലിംഗ് എൻ്റെ അകത്തുണ്ട്. പക്ഷേ എനിക്ക് യേശുവിനെ പ്രസംഗിക്കാതിരിക്കാൻ ഒക്കത്തില്ല. ആമേൻ. ഞാൻ യേശുവിനെ പ്രസംഗിക്കും. കാരണം എന്താ വെച്ചാൽ എൻ്റെ യേശു എന്നെ അതുപോലെ ഒരാമേൻ പറയാവോ? ഹല്ലേലൂയ. ഏതൊക്കെ നിലകളിൽ നമ്മൾ അവൻ്റെ സ്നേഹം അനുഭവിച്ചു. ഹല്ലേലൂയ. ഞാൻ സത്യമായ കാര്യം പറയുന്നത്, ഇന്ന് ആമേൻ ഹല്ലേലൂയ, ഒന്നിൽ യൂത്ത് ചർച്ചിൽ നിന്നോ അല്ലെ ചർച്ചിൽ നിന്നോ ആരെങ്കിലും ദൈവമക്കളോട് ദൈവവചനം ശുശ്രൂഷിക്കാൻ ഒരു പ്ലാൻ കൊടുത്താലോ എന്ന് ഇന്നലെ രാത്രിയിലല്ല, ഇന്നലെ പകൽ മുതൽ ഞാൻ ആഗ്രഹിച്ചു. ആമേൻ ഹല്ലേലൂയ. സത്യത്തിൽ ദൈവകൃപയാൽ നമ്മുടെ ചർച്ചിനകത്ത് ദൈവമക്കൾ വചനവുമായി നിൽക്കത്തക്ക നിലയിലുള്ളവരുണ്ട്. പക്ഷേ ആമേൻ, ഞാനത് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എൻ്റെ അകത്ത് കർത്താവ് നോ 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 പറഞ്ഞുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ. അന്നേരം ഞാൻ പറഞ്ഞു, കർത്താവേ, ആമേൻ, എൻ്റെ ബോഡി എനിക്ക് അതിനൊരു ഫിറ്റ് അല്ല. ആമേൻ, സത്യമാ. പക്ഷേ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കും തോറും ഈ ബലഹീനത നമുക്കൊരു ബലഹീനതയല്ല. നിങ്ങൾ എത്ര പേര് ആത്മാവിൽ അത് മനസ്സിലാക്കുന്നുണ്ട്? ഞാൻ ക്ഷീണിച്ചു നിന്ന് പറയുന്നു എന്നുള്ളതല്ല പറഞ്ഞത്, ഞാൻ നല്ല ആരോഗ്യത്തോടു കൂടെ നിന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എന്തെങ്കിലും ശാരീരിക ക്ഷീണമോ വയ്യാഴികയോ ഒക്കെ വരുമ്പോൾ എന്ത് പറയും? കർത്താവേ, എവിടെയെങ്കിലും ഒരു മീറ്റിങ്ങിൽ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ആ സെക്കൻഡിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ചാടിപ്പോവും. പ്രൈസ് ദി ലോർഡ്. കാരണം യേശുവിന് വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്, അത്രയ്ക്ക് സ്നേഹമുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം നിങ്ങൾ പിടിക്കുക. നിങ്ങൾ തെറ്റായ റൂട്ടിലേക്ക് പോകരുത്. ദൈവത്തിന് നമ്മെ ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ചോ? ഹലോ. ദാമ്പത്തിക ജീവിതത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് റിമൽ പറഞ്ഞു. മാനുഷികമായ ബന്ധങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആമേൻ. സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതാണ് റിമൽ തൊട്ട വാക്ക്. ഞാൻ അതിലേക്കൂടെ വരാം. എന്നിട്ട് ഞാൻ എൻ്റെ പോയിന്റിലേക്ക് വേഗത്തിൽ വന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്നേഹത്തിൻ്റെ ആഴങ്ങൾ പ്രകടമാകുന്നത് മുഴുവൻ കമ്മ്യൂണിക്കേഷനില്ല, പരസ്പരം സംസാരിക്കുന്നതിനകത്ത്. പ്രൈസ് ദി ലോർഡ്. ഒരു വൺ വേ ട്രാഫിക്കായി. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് ഞാൻ മിണ്ടാതിരിക്കും, ബിന്ദു സംസാരിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതായിരുന്നു ഞങ്ങളുടെ അനുഭവം. ഇവിടുന്ന് കുമ്മളിക്കൊക്കെ പോകുന്ന വഴിക്ക് ആമേൻ 3-3.5 മണിക്കൂർ എടുക്കും വീട്ടിൽ ചെല്ലാനായിട്ട്. വണ്ടിയെ കയറിയിരിക്കുമ്പം ബിന്ദു സംസാരിക്കും. ഞാൻ മുണ്ടക്കയം ചെല്ലുമ്പം ഒന്ന് മൂളും, അടുത്ത കുട്ടിക്കാനം ചെല്ലുമ്പം ഒന്ന് മൂളും, പിന്നെ മിക്കാറും വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും ഒന്ന് മൂളുന്നത്. ആമേൻ. ഇത്ര സംഭവം എൻ്റെ അകത്തുള്ളായിരുന്നു. ആമേൻ. ബാക്കി മുഴുവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം ബിന്ദു പറഞ്ഞു, ഞാൻ ആരോടായി പറയുന്നേ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. കാരണം ഇത് ഒരു സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും മനസ്സിലായി, ആമേൻ, തിരിച്ചൊന്നും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നേരെ മിണ്ടാതിരുന്ന ഞാൻ മിണ്ടി തുടങ്ങി. നിങ്ങളൊരാമേൻ പറയുന്നില്ല. സംസാരിക്കാതിരുന്ന ഞാൻ സംസാരിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ബിന്ദു ഇടയ്ക്കിടയ്ക്ക് പറയും, കുറച്ചൊക്കെ ഒന്ന് നിർത്തി വെക്കാവോ? ഹലോ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇന്ന് പകൽ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്തേ. ദൈവത്തിനു നമ്മളോടുള്ള സ്നേഹം പരസ്യമായി പ്രകടിപ്പിച്ച് പരസ്യമായി നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചപ്പോൾ തിരിച്ച് നിങ്ങൾ എത്ര പേർ ഇന്ന് പകൽക്കാലം പറയും, എൻ്റെ ദൈവത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ലജ്ജിക്കരുത് ഐ ലവ് യു ജീസസ് എന്ന് പറയാൻ.
ഐ ലവ് യു ജീസസ് എന്ന് പറയാൻ നിങ്ങൾ ലജ്ജിക്കരുത്, മടിക്കരുത്. ഏത് സാഹചര്യത്തിൽ, ഏത് അനുഭവത്തിൽ, എവിടെ നിന്നാലും ആമേൻ, അതൊരു ഫ്യൂണറൽ സർവീസ് ആകട്ടെ, ഒരു മാരേജ് ഫംഗ്ഷൻ ആകട്ടെ, ആമേൻ, ഒരു ഹൗസ് വാമിംഗ് ആകട്ടെ, എന്തുമാകട്ടെ, എവിടെയാണെങ്കിലും ദൈവത്തിന് നിന്നോടുള്ള സ്നേഹത്തെ അവൻ പ്രകടിപ്പിച്ചതിനെ അനുഭവിച്ച ദൈവമക്കളുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾ അവനോടുള്ള സ്നേഹത്തെ പരസ്യമായി പ്രകടിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കുക, യേശുവിനോടുള്ള സ്നേഹം നമ്മളിൽ നിന്ന് പ്രകടമാകണമെങ്കിൽ, തിരിച്ചു വരാം, യേശുവിന് നമ്മളോടുള്ള സ്നേഹം പ്രകടമായത് ഒറ്റ വാക്കിലാണ്. റിമലത് തൊട്ടു, അനുസരണത്താൽ. ആമേൻ. പത്രോസിന്റെ ലൈഫ് ഇവിടെ മാറിയത്, ലൂക്കോസ് 5 മാറിയത് അനുസരണത്താലാ. ക്രിസ്തുവിന് നമ്മളോടുള്ള സ്നേഹം പ്രകടമായതും അനുസരണത്താലാ. തിരിച്ചു നമുക്കും ദൈവത്തോട് സ്നേഹമുണ്ടാകണമെങ്കിൽ നാം ദൈവത്തെ എന്തു ചെയ്യുന്നവരായി മാറണം? അനുസരിക്കുന്നവരായി മാറണം. ശ്രദ്ധിക്കുക, ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുക എന്നത്രേ. ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവസഭയെ അനുസരിക്കുക എന്നത്രേ. ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക എന്നത്രേ. ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് വേണ്ടി ഉയരുന്ന ദൈവ ശബ്ദങ്ങളെ അനുസരിക്കുക എന്നത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ അനുസരണം ആണ് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹമായിട്ട് പുറത്തു വരുന്നത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. 1 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം വേഗത്തിലൊന്ന് വായിച്ചിട്ട് നമുക്ക് തിരിച്ചു പെട്ടെന്ന് തന്നെ മടങ്ങി വരാം. 1 ദിനവൃത്താന്ത പുസ്തകം 16:34. വേഗത്തിൽ 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 16:34. 1 ദിനവൃത്താന്ത പുസ്തകം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. എന്തുകൊണ്ട് നീ ദൈവത്തിന് സ്തോത്രം ചെയ്യണം? എന്തുകൊണ്ടാണ് നീ ദൈവത്തെ സ്നേഹിക്കേണ്ടത്? എന്തുകൊണ്ടാണ് നിന്റെ സ്നേഹത്തിലൂടെയുള്ള സ്തുതി പുറത്തു വരേണ്ടത്? അതിന്റെ അർത്ഥം അവിടെ പറയുന്നു, ദൈവത്തിന് നീ സ്തോത്രം ചെയ്യണം. കാരണം ആമേൻ, ഗിവ് താങ്ക്സ് ടു ദ ലോർഡ് ഫോർ ഹി ഈസ് ഗുഡ്. ആമേൻ, ദൈവം നല്ലവനാണ്. എത്ര പേര് ഇന്ന് പകൽക്കാലം പറയും, എൻ്റെ ദൈവം നല്ലവനാ? ധൈര്യത്തോട് പറയാം, എൻ്റെ ദൈവം നല്ലവനാ. ആമേൻ. ഞാൻ ധൈര്യമായിട്ട് എൻ്റെ കൈ എൻ്റെ ശിരസിൽ വെച്ചുകൊണ്ട് ഞാൻ പറയും, മൈ ഗോഡ് ഈസ് ഗുഡ്. എൻ്റെ ദൈവം നല്ലവനാ. എൻ്റെ ദൈവം, എൻ്റെ ദൈവം, ധൈര്യത്തോട് പറയാം, എൻ്റെ ദൈവം. ആമേൻ. ലജ്ജയുണ്ടോ നിങ്ങൾക്ക് പറയാൻ? മടിയുണ്ടോ നിങ്ങൾക്ക് പറയാൻ ദൈവം നല്ലവനാന്ന്? ആമേൻ. ജോലി ചെയ്യുന്നിടത്ത് പറയണം, എൻ്റെ ദൈവം നല്ലവനാ. സ്കൂളിൽ പോകുന്നിടത്ത് പറയണം, എൻ്റെ ദൈവം നല്ലവനാ. കോളേജിൽ പോകുന്നിടത്ത് പറയണം, എൻ്റെ ദൈവം നല്ലവനാ. ശുശ്രൂഷിക്കുന്നിടത്ത് പറയണം, എൻ്റെ ദൈവം നല്ലവനാ. ഹല്ലേലൂയ. ഇന്ന് പകൽ ധൈര്യത്തോടെ പറയണം, എൻ്റെ ദൈവം നല്ലവനാ. ഹല്ലേലൂയ, ആമേൻ. ഇനി തിരിച്ച് ശ്രദ്ധിക്കണേ, അനുസരിക്കുവാൻ എനിക്ക്, ദൈവത്തെ അനുസരിക്കുവാൻ എനിക്ക് കാരണമാകണമെങ്കിൽ ദൈവം നല്ലവനാണെന്ന് ഞാൻ അനുഭവിച്ചു പറയണം. അല്ലാതെ ഒരു വ്യക്തിയും ദൈവം നല്ലവനാന്ന് പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ വായിച്ച 1 ജോണിലേക്ക് ഒന്നുകൂടെ പൊക്കെ, 1 യോഹന്നാൻ 4:8 തുടങ്ങിയ ആ ഭാഗത്ത്, ആമേൻ, ആമേൻ, 6 അല്ലേ? ഓക്കെ, അവിടെ ഒരു വാക്യം കൊടുത്തിരിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, ആത്മാവിന് കൊടുത്തിരിക്കുന്ന ഒരു വേർഡുണ്ട്. ആ ആ ആ ആ സത്യത്തിന്റെ ആത്മാവും വഞ്ചനയുടെ ആത്മാവും. നിങ്ങൾ ശ്രദ്ധിച്ചേ, സത്യത്തിന്റെ ആത്മാവ് എപ്പോഴും പറയും ദൈവം നല്ലവനാന്ന് പറയും. സത്യത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ഏതാത്മാവാ? ഞാൻ തന്നെ വഴിയും സത്യവും. അപ്പൊ സത്യത്തിന്റെ ആത്മാവ് ഏതാത്മാവാ? ക്രിസ്തുവിന്റെ ആത്മാവാ. ക്രിസ്തുവിലുള്ള ആത്മാവ് ഏതാത്മാവാ? പരിശുദ്ധാത്മാവാ. ആ ആത്മാവ് എവിടെയുണ്ട്? നമ്മുടെ അകത്തുണ്ട്. ആ ആത്മാവുള്ളവൻ എപ്പോഴും പറയും ദൈവം നല്ലവനാ. ദൈവം ഇനി അടുത്തൊരു ആത്മാവിനെ അവിടെ കൊടുത്തിട്ടുണ്ട്, വഞ്ചനയുടെ ആത്മാവ്. ഇത് എങ്ങനെ ദൈവസഭയ്ക്കകത്ത് പറയാമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത് പറഞ്ഞാൽ ഭയങ്കര ഹർട്ടിങ് വേർഡായി പോവും. കാരണം ദൈവത്തെ വഞ്ചിക്കുന്നിടത്തോളം വലുത് വേറൊന്നുമില്ല. ദൈവത്തെ വഞ്ചിക്കുന്നിടത്തോളം വലുത്
വേറൊന്നുമില്ല. അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ആത്മാവുണ്ട്, വഞ്ചനയുടെ ആത്മാവ്. ഇത് ദൈവസഭകൾക്കകത്തുണ്ട്, ഇത് ദൈവദാസന്മാർക്കകത്തുണ്ട്, ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ അകത്തുണ്ട്. വഞ്ചനയുടെ ആത്മാവ്, നേട്ടങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആത്മാവ്, എങ്ങനെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി നിൽക്കുന്ന ആത്മാവ്. ഇത് വഞ്ചിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വഞ്ചിക്കുക. ഈ പദം തുടങ്ങിയത് എവിടെയാണെന്നറിയാമോ? ഏദനിലാ തുടങ്ങിയത്. ഈ വഞ്ചന എന്ന ആമേൻ സ്പിരിറ്റ് എവിടെ തുടങ്ങിയതെന്നറിയാമോ? ഏദനിൽ തുടങ്ങിയതാ. അവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്സ് അങ്ങനെയാണ്: നീ എൻ്റെ പാമ്പെന്നെ വഞ്ചിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആ വഞ്ചനയുടെ ആമേൻ, ഹല്ലേലൂയ, റൂട്ട് തന്നെ നിങ്ങൾക്ക് പിടികിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളെന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആമേൻ. അങ്ങനെങ്കിൽ ഇന്ന് പകൽ നിങ്ങളെന്നെ ഒന്ന് മനസ്സിലാക്കിക്കേ. ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ എപ്പോഴും പറയും ദൈവം. എന്നാ പറയും? വഞ്ചനയുടെ ആത്മാവുള്ളവൻ എന്നാ പറയും? ഇതാ പ്രശ്നം. ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ എപ്പോഴും പറയും ദൈവം നല്ലവൻ. വഞ്ചനയുടെ ആത്മാവുള്ളവൻ ചർച്ച വരുമ്പം പറയും ദൈവം വല്ലവൻ. പിടികിട്ടിയില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പം പറയും ദൈവം നല്ലവൻ. ചർച്ച വരുമ്പം പറയും ദൈവം. ബൈബിള് കാണുമ്പം പറയും ദൈവം. നിന്റെ ഫ്രണ്ട്സിൻ്റെ നടുവിൽ ചെല്ലുമ്പം, നിന്റെ ജോലി മേഖലകളിൽ ചെല്ലുമ്പം, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്ത് ചെല്ലുമ്പം, നിന്റെ അകത്തു നിന്ന് ദൈവത്തെ വഞ്ചിക്കുന്ന അനുഭവമുണ്ടെങ്കിൽ അവൻ പൈശാചിക മണ്ഡലങ്ങൾക്കകത്ത് നമ്മൾ അടിമപ്പെട്ടു പോവുകയാണ്. ഇവരുടെ തകർച്ച ഭയങ്കര വലുതാ. അവരൊരിക്കലും, ഈ വഞ്ചനയുടെ ആത്മാവുള്ളവർ ഒരിക്കലും ദൈവശബ്ദത്തിന് ചെവി കൊടുക്കത്തില്ല. അവരൊരിക്കലും പ്രവചനത്തെ അംഗീകരിക്കത്തില്ല. അവരൊരിക്കലും ദൈവാത്മാവിന് വിധേയപ്പെടത്തില്ല. അവരൊരിക്കലും ദൈവേഷ്ടത്തിന് എന്താ പറയുക മൂവ് ചെയ്യത്തില്ല. ആമേൻ. അതുകൊണ്ടാണ് ഇവിടെ പത്രോസിന്റെ ലൈഫിൽ നമ്മൾ പ്രാരംഭത്തിലെ യൂത്തിൽ നിന്ന് കേട്ടത്. ആമേൻ. അവിടെ സാഹചര്യങ്ങളോ അനുഭവങ്ങളോ ഇല്ലായ്മകളോ വിശപ്പോ ആമേൻ ഒറ്റപ്പെടലോ ഒക്കെ ആയിരിക്കാം പത്രോസിനെ ഒരുപക്ഷെ ആ ഒരു രാത്രിയിൽ തൻ്റെ കഴിഞ്ഞകാല പടകിലേക്ക് അനുഭവത്തിലേക്ക് തന്നെ പുറകോട്ട് കൊണ്ടുപോയത്. പക്ഷെ 5-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ യേശുവുമായിട്ടുള്ള അഭേദ്യമായ സ്നേഹത്തിന്റെ ബന്ധത്തെ അനുഭവിച്ചറിഞ്ഞ് ആ 11-ാമത്തെ വാക്യത്തിൽ ലൂക്കോസ് 5:11 ആമേൻ വ്യക്തമായിട്ട് കൊടുക്കുകയാണ്: ഈ നിറവൊന്നും ഞങ്ങളുടെ വിഷയമല്ല, ഈ കണ്ട സമൃദ്ധി ഒന്നും ഞങ്ങളുടെ വിഷയമല്ല, ഇതൊന്നും ഞങ്ങളെ ഭാരപ്പെടുത്തുന്നില്ല, ഇതൊന്നും ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നുമില്ല, ഇതിലൊന്നിലും ഞങ്ങൾ എന്ന് പറയുന്നത് ആനന്ദിക്കുന്നുമില്ല. ഞങ്ങൾ ഒറ്റ കാര്യത്തിലേക്ക് പോവുകയാണ്. സകലതും വിട്ട്, സകലരെയും വിട്ട് ഞങ്ങൾ യേശുവിന്റെ പുറകെ പോവുകയാണ്. ഇതാണ് യഥാർത്ഥ താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥ നന്ദി പ്രകടനം എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥ ആമേൻ ഹല്ലേലൂയ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള സ്നേഹത്തിന്റെ കൈമാറ്റം എന്ന് പറയുന്നത്. കരമടിക്കുകയാണെങ്കിൽ നന്നായി കരമടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 106-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലേക്ക് വേഗത്തിൽ വരാം. ഇന്ന് പകൽ ആത്മാവിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് നന്ദി കൊടുക്കുവാൻ, നന്ദി പറയുവാൻ ആത്മമണ്ഡലത്തിൽ ഒരു അനുഭവമായിട്ട് അത് മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. 106. യഹോവയെ സ്തുതിക്കുവിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. Praise the Lord. Give thanks to the Lord, for he is good. His love endures forever. Praise the Lord. Give thanks to the Lord, for he is good. His love endureth forever. അവന്റെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. ഇന്ന് പകൽ എത്ര പേര് പറയും എൻ്റെ ദൈവത്തിന്റെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്ന സ്നേഹമാണ്? അതുകൊണ്ട് 106 പറയാമേ. പ്രാരംഭവാക്യം പറയാണ്, ഒന്ന് ദൈവത്തെ പറഞ്ഞേ, ദൈവത്തെ, ദൈവത്തെ ഉറക്കെ പറ. ദൈവത്തെ എങ്ങനെ സ്തുതിക്കണ്ടേ? ദൈവത്തെ എങ്ങനെ സ്തുതിക്കണ്ടേ? എങ്ങനെ സ്തുതിക്കണ്ടേ? ഹലോ, ഞാൻ ചർച്ചിനോടല്ലേ സംസാരിക്കുന്നേ. ദൈവത്തെ എങ്ങനെ സ്തുതിക്കണ്ടേ? അവൻ നല്ലവനല്ലോ. മടിയാണോ പറയാൻ?
ഹല്ലേലൂയ. അടുത്തവിടെ പറയുന്നു സ്തോത്രം ചെയ്ത് സ്തുതിക്കണം. ദൈവത്തിന് എപ്പോഴും എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. അടുത്തത് വാക്ക് ഞാൻ അവിടുന്ന് എടുത്തു പറയാം. ദൈവം ചെയ്ത സ്നേഹം, നന്മ ഓർത്ത് 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 ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവിന്റെ അകത്തു നൽകിയ നിയോഗം ഇതാണ്: ചർച്ച് അധികം ദൈവത്തെ സ്തുതിക്കാൻ റെഡിയാകുക. ചർച്ച് അധികം ദൈവത്തെ സ്തുതിക്കാൻ റെഡിയാകുക. പ്രൈസ് ദി ലോർഡ്. വചനത്തിന്റെ ഭാഷ: ഒന്ന്, നീ പ്രാർത്ഥിക്കുമ്പോഴും; രണ്ട്, നീ സ്തുതിക്കുമ്പോഴും. ശ്രദ്ധിച്ച് കേൾക്കണേ ദൈവമക്കൾ, ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്ന്, പ്രാർത്ഥിക്കുമ്പോഴും; രണ്ട്, സ്തുതിക്കുമ്പോഴും. ആമേൻ. ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പത്രോസിന്റെ അനുഭവത്തിൽ നിന്ന് കേട്ടത് ഒരു നന്മ കണ്ടതിന് ശേഷമാണ്. ആമേൻ. റിമല സൈഡിൽ പറഞ്ഞു, നന്മ കണ്ടതിന് ശേഷമായാലും നന്മ കാണുന്നതിന് മുൻപാണ് ആണെങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ എങ്ങനെയുള്ളവരായിരിക്കണം? അനുസരണമുള്ളവരായിരിക്കണം. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ആഡ് ഓൺ ചെയ്ത് പറയുകയാണ്, നിങ്ങൾ നന്മ കാണുമ്പോൾ സ്തുതിക്കുന്നവരും നന്മയില്ലാത്തവർ മാറുന്നവരുമല്ല. നന്മയുണ്ടായാലും നന്മയില്ലെങ്കിലും അകത്തുനിന്ന് ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറാൻ. ഹല്ലേലൂയ. നടത്തിയ വഴികളെ ഓർത്ത്, ആമേൻ, ഹല്ലേലൂയ, പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നവരാകാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾപ്പിച്ച വാക്കിതാണ്: അധികം സ്തുതിക്കുവാൻ റെഡിയാകുക. ആമേൻ. അധികം പ്രാർത്ഥിക്കുവാൻ റെഡിയാകുക. ആമേൻ. പ്രാർത്ഥിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും ആമേൻ ആഗ്രഹിക്കുന്നത് ലഭിച്ചു. ദൈവം എനിക്കത് നടത്തി തന്നു. ദൈവം എന്നെ സൗഖ്യമാക്കി. ദൈവം എന്നെ കരുതി. ദൈവം എന്നെ പരിപാലിച്ചു. ഇത് വിശ്വസിച്ചുകൊണ്ട് നിന്റെ ആദരത്തിൽ നിന്ന് സ്തുതി ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അത് വിശദീകരണം ഒത്തിരി ആവശ്യമുണ്ടെങ്കിലും ഒറ്റ വാക്കിൽ ഞാനത് പറഞ്ഞു നിർത്താം. മുൻപിൽ നിൽക്കുന്ന ഒരു വലിയ യെരിഹോ മതിലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നീ അത് വീണെന്ന് പറഞ്ഞു സ്തുതിച്ചു തുടങ്ങിക്കോ. നിന്റെ സ്തുതി ശക്തമാകുമ്പോ പിന്നെ നീ മതിലുകൾ കാണത്തില്ല. ഇന്ന് പകൽ മതിൽ വീണിട്ട് സ്തുതിക്കുകയല്ല, ഹലോ, പ്രശ്നം മാറിയിട്ട് സ്തുതിക്കുകയല്ല. ആമേൻ. നിന്റെ ജീവിതത്തിന്റെ അകത്ത് മുൻപിൽ നിൽക്കുന്ന യെരിഹോവിനെ കണ്ടുകൊണ്ട് ഇന്ന് പകൽ സ്തുതി ഉയരട്ടെ. ചർച്ച് എത്ര പേർ ആത്മാർത്ഥമായി പറയൂ, എന്റെ ഹൃദയത്തിൽ നിന്ന്, ആമേൻ, from the bottom of my heart I will praise the Lord. ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവിനെ സ്തുതിക്കുന്ന, ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ആമേൻ അനുഭവം നമ്മുടെ അകത്തുണ്ടാകട്ടെ. ഭവനത്തിന്റെ പണികൾ ആരംഭിച്ച പ്രിയപ്പെട്ടവർ ഇവിടെ ഉണ്ട്. നിങ്ങൾ ധൈര്യത്തോടെ പറയണോ, കർത്താവേ, വീടിന്റെ പണി തീർത്തു തന്നതിനായി സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ കോളേജിൽ പോകാൻ തുടങ്ങിയവർ ഇവിടെ ഉണ്ട്. മക്കളെ, നിങ്ങൾ ധൈര്യത്തോടെ പറയണോ, ഞങ്ങളുടെ പഠനം നന്നായി പൂർത്തീകരിപ്പാൻ ദൈവമേ അങ്ങ് വലിയവ ചെയ്തതിനായി സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഭാവിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്ന മക്കൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ ധൈര്യത്തോടെ പറയണോ, സ്തുതിക്കണം, കർത്താവേ, ഞങ്ങളുടെ ഭാവിയെ ധന്യമാക്കിയതിനായി സ്തോത്രം. ലഭിച്ചതിന് ശേഷമല്ല, ലഭിക്കുന്നതിന് മുൻപ്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ പ്രാർത്ഥിക്കാം. ലഭിക്കുന്നതിന് മുൻപ് നന്ദി പറഞ്ഞു തുടങ്ങിയവൻ ലഭിച്ചതിന് ശേഷം എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒന്നുകൂടെ. ലഭിക്കുന്നതിന് മുൻപേ നന്ദി പറഞ്ഞു തുടങ്ങിയവൻ ലഭിച്ചതിന് ശേഷം എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചില അനുഭവങ്ങൾ നോക്കിയിട്ട് പറയത്തില്ലേ, ഇന്നലത്തെ കാര്യമൊക്കെ അവർ മറന്നുപോയി. അതിൻ്റെ കാരണം അവർ ഇതിൽ ലഭിക്കുന്നതിന് മുൻപ് നന്ദി പറഞ്ഞു തുടങ്ങാത്തവരാ. ലഭിക്കുന്നതിന് മുൻപ് നന്ദി പറഞ്ഞു തുടങ്ങിയവർ മുൻപിൽ എത്ര ഉയർച്ച വന്നാലും അവർ ദൈവത്തിന് സ്തുതി കൊടുക്കുന്നത് മറക്കത്തില്ല. അവർ മാറത്തില്ല മക്കളെ, മാറത്തില്ല. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സിലാക്കിക്കോ, ദൈവം നമ്മളെ നടത്തിയ വഴികൾ, ദൈവം നമ്മളെ കരുതിയ കരുതലുകൾ, ദൈവം നമ്മളെ സൂക്ഷിച്ച വിധങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഓടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും.
ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള കരുതൽ തിരിച്ച് അവൻ പകർന്നുകൊണ്ടേയിരിക്കും. ലോകത്തിലാര് തടഞ്ഞാലും, ലോകത്തിലാര് എതിർത്താലും ദൈവത്തിൻ്റെ ഫേവർ നിൻ്റെ മേൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? അടുത്തൊരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ ആശീർവാദം പറയാം. എന്നാൽ അതിനു മുൻപ് ഈ നിൽക്കുന്ന നിമിഷത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് ശോധന ചെയ്യാം. ആമേൻ, ഹല്ലേലൂയ. ഞാൻ എങ്ങനെയാണ് എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ ഞാൻ പ്രകീർത്തിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ നിൽക്കുമ്പോൾ കെസിയ 107 സങ്കീർത്തനത്തിൻ്റെ 15 വാക്യം. ആമേൻ, ഹല്ലേലൂയ. മനെ ഒന്ന് സ്ക്രീനിലൂടെ ഇട്ടാട്ട് 107 ആമേൻ 15 സ്ക്രീനിലിട്ട് നിങ്ങൾ ആമേൻ ഈ സ്ക്രീനിലെ വാക്യത്തിലേക്കൊന്ന് നോക്കണേ. എന്നിട്ട് നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുത്തേ. അവർ യഹോവയെയും അവൻ്റെ നന്മയെയും ചൊല്ലി മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. നിങ്ങളെന്നെ ശ്രദ്ധിക്കുന്നു? ടാമി ചേർച്ച്, യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലി. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ദൈവം ചെയ്ത നന്മകളെ ഒന്ന് ഓർക്കാൻ പറ്റും?